ഞങ്ങൾ 4 പേർ മാത്രമേ ജയിലിലടക്കപ്പെട്ടിട്ടുള്ളൂ. വലിയ ധാർമ്മിക പിന്തുണ സമരത്തിന് കിട്ടി. ജോഗി കലാപം ചെയ്ത ഒരാളെന്നുള്ളതിൽ വെടിവെച്ച് കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പേരിൽ ഇപ്പോഴുള്ളത് ഒരു അൺനാച്ചുറൽ ഡെത്ത് എന്നുള്ളൊരു FIR മാത്രമല്ല, അനാഥ ജഡമായി കിടക്കുകയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ വളരെ റെലവൻ്റാണ്. ആ ഭാഗത്ത് ഒന്നും അന്വേഷിക്കപ്പെട്ടിട്ടില്ല. അന്ന് ഞങ്ങൾക്ക് ആ കേസ് കൊണ്ടുവരുന്നതിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഈ കേസുകളിൽ ഞങ്ങൾക്കെതിരെ 12 FIRകളുണ്ടായിരുന്നു. 6 ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ട FIRകൾ, അതിൽ ഒന്നിൽ 302 ഉൾപ്പെടേണ്ടതുണ്ട്. 6 ഫോറസ്റ്റ് ഒഫൻസ് കേസസ്. ഈ എല്ലാ കേസുകളിലും ജോഗിയും കൂടി പ്രതി ചേർത്തിരുന്നു. കാലിലൊക്കെ നല്ല തോക്കിൻ്റെ പാത്തി കൊണ്ട് ഇടിച്ച് നല്ല രീതിയിൽ അമർത്തി നോക്കി. അപ്പോൾ കാലേകദേശം ഇത്ര വണ്ണമായി. പിന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചെന്ന് അതിൻ്റെ രക്തവും പഴുപ്പും എല്ലാം വലിയ സിറിഞ്ച് വെച്ച് കുത്തിയെടുത്തിരുന്നു. പിന്നെ കാലെല്ലാം അടിച്ച് പൊട്ടിക്കാൻ നോക്കി. അതാണ്ട് ഇത് അടുത്ത് എന്താ നട്ടലില് ഈ തോക്കിൻ്റെ പാത്തി കൊണ്ട് അവർ വളഞ്ഞു നിന്ന് തോക്കും ലാത്തി എല്ലാ ആയുധങ്ങളുണ്ട് ഇടിച്ച്. ആ സമയത്ത് ഞാൻ മരിച്ചു. ആദിവാസി സമൂഹത്തിനെതിരെ വലിയൊരു ഗൂഢാലോചന പുറത്ത് നടക്കുന്നുണ്ടായിരുന്നു എന്നാണ് എനിക്ക് ആ കാര്യത്തിൽ വളരെ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അവരെ ആ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ 17-ാം തീയതി ഫയർ വാച്ചർ എന്ന് പറയുന്ന ആളുകളും ആ മേഖലയിലെ വാറ്റുചാരയും ആ കാടിന് ചുറ്റുപാടുള്ള കുറച്ച് ആൾക്കാരും, ആരാ എങ്ങനെ എന്നൊന്നും പറയാൻ പറ്റില്ല, അത്തരം കുറച്ച് ആളുകളും ഈ ഭൂമിക്ക് ചുറ്റും ഞങ്ങൾ സമരം ചെയ്യുന്ന ആ ഭാഗത്തിന് ചുറ്റും തീയിടുന്നതായി ബന്ധപ്പെട്ട് നമ്മളവരെ കണ്ടുമുട്ടുന്നത്. ഈ ഓർക്കാൻ വയ്യ. ഞാൻ ഓടുകൊട്ടേ ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ നിന്ന് കാണപ്പോഴുണ്ട്. എന്താ പറയുക, ഒരു നായാട്ടാണ് ഇവിടെ നടത്തിയത്. കുടികളിൽ കത്തിക്കുന്നു, അടിക്കുന്നു. എന്താ പറയുക, നന്നായിട്ട് തോക്ക് കൊണ്ടും അടി കൊണ്ടും കൈ കൊണ്ടും കാല് കൊണ്ടും ഷർട്ടെല്ലാം ഊരിട്ട് ഒരു 3 ദിവസം അടിയാണ്. അവർ ചോദിക്കുന്നത് വിനോദ് എങ്ങനെയാണ് മരിച്ചത്? 5.5 ലക്ഷം ഏക്കർ ഭൂമി വിദേശത്തോട്ടങ്ങളാണ്. അവർക്ക് നിയമാനുസൃത രേഖയില്ലാതെ കൈവശം വെക്കാമെന്നുള്ള നിലയിൽ രാജമാണിക്യൻ റിപ്പോർട്ടിൻ്റെ വ്യക്തമായ സ്റ്റഡിയുണ്ട്. ഇത് ഈ ഭൂരഹിതർക്ക് ഭൂമി കൊടുക്കാൻ, ഈ ഭൂമി ഏറ്റെടുക്കുമെന്ന് പറഞ്ഞ് ഇതേ ഗവൺമെൻറ് തന്നെ 2ാം ഭൂപരിഷ്കരണം നടപ്പാക്കുമ്പോൾ ഭൂരഹിതർക്ക് ഭൂമി കൊടുക്കുക എന്ന് പറയുന്ന ഒന്നായിരിക്കണമല്ലോ. കാരണം 1ാം ഭൂപരിഷ്കരണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒന്ന് ഈ പറയുന്ന ഭൂബന്ധങ്ങൾ മാറ്റി കുടിയാന്മാവകാശം അവസാനിപ്പിക്കുക എന്നുള്ളത്. ദളിത് ആദിവാസി വിഭാഗങ്ങൾക്ക് കുടികിടപ്പേ നൽകിയിട്ടുള്ളൂ. 5 സെൻറ്റ്, 3 സെൻറ്റ്, 10 സെൻറ്റ്. ആ അനീതിക്ക് പരിഹാരം കാണുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചതെങ്കിൽ അതല്ല വരാൻ പോകുന്നത്. ഈ പറയുന്ന ഭൂപരിധി എടുത്തു കളഞ്ഞ് പുതിയൊരു ഭൂവുടമവർഗത്തെ, കോർപ്പറേറ്റുകൾ ഉൾപ്പെടെ വരുന്ന, റിയൽ എസ്റ്റേറ്റുകാർ ഉൾപ്പെടെ വരുന്ന വലിയൊരു സംവിധാനത്തിലേക്ക് കേരളത്തെ കൊണ്ടുപോകുന്നു VD സതീശൻ സർക്കാർ എന്നുള്ളതാണ് ഞങ്ങൾ സംശയിക്കുന്നത്. 2ാം ഭൂപരിഷ്കരണം എന്ന് പറയുന്ന ഒരു ഭൂമിയെ ഭൂവുടമസ്ഥത സംവിധാനത്തിൽ പഴയ നിലയിലേക്ക് കൊണ്ടുവന്നാണെങ്കിൽ ഞങ്ങൾ എതിർക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. മുത്തങ്ങ ഭൂസമരവുമായിട്ട് ബന്ധപ്പെട്ട കേസിൽ 22 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷമാണ് 4 പേര്, ഗീതാനന്ദ മാഷ്, അനിൽകുമാർ, ബിനു, രമേശൻ. നമുക്കൊക്കെ ഓർമ്മയുണ്ട്, ഒരു 23 വർഷം മുമ്പ് കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ ഒരു വലിയ 2 മുഖങ്ങളുണ്ടായിരുന്നു. അതായത് ഒന്ന് CK ജാനുവിൻ്റെയും ഗീതാനന്ദ മാഷയുടെയൊക്കെ പോലീസ് മർദ്ദനമേറ്റ് വിങ്ങിച്ച മുഖമായിട്ടാണ് ആ കേസ്, ആ സംഭവം പൊതുജനശ്രദ്ധയിൽ വരുന്നത്. അതിനുശേഷം അതോടൊപ്പം 100 കണക്കിന് ആദിവാസികളായുള്ള സ്ത്രീകൾ, കുട്ടികൾ, തല തകർക്കപ്പെട്ട കുട്ടികൾ, വലിച്ചഴക്കപ്പെട്ട സ്ത്രീകൾ, ചവിട്ടിമെതിക്കപ്പെടുന്ന സ്ത്രീകൾ, അവരുടെയൊക്കെ ചിത്രങ്ങൾ കേരളീയ പൊതുസമൂഹത്തിന് മുന്നിലുണ്ട് ആ കേസ്. പക്ഷേ അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണെന്ന് പറയാൻ പറ്റും. ഇപ്പോൾ ഏതാണ്ട് ഒരു 1/4 നൂറ്റാണ്ടിനോടൊപ്പം തികയുമ്പോഴാണ് ഈ കേസിൻ്റെ വിധി വരുന്നത്. അന്ന് പോലീസ് അതിക്രമവും മനുഷ്യാവകാശ ലംഘനമാണ് നടന്നതെങ്കിൽ ഇന്ന് നീതിന്യായ സംവിധാനത്തിൻ്റെ ഒരു വിധിയിലൂടെ ആ പോലീസ് അതിക്രമത്തിന് ശരിക്കും സ്ഥാപിക്കപ്പെടുന്ന രീതിയിലുള്ള ഒരു വിധി ആണെന്ന് പറയാൻ പറ്റും. അതായത് അന്ന് നടന്ന എല്ലാത്തരം മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ചൊരു പരാമർശം പോലുമില്ലാതെ
അല്ലെങ്കിൽ മുത്തങ്ങ ഭൂസമരത്തിൻ്റെ റിയൽ കോസിനെ കുറിച്ചിട്ട് കാരണങ്ങളെ കുറിച്ചിട്ട് ഒരു പരാമർശം പോലും ഇല്ലാതെ, ജോഗി എന്ന് പറഞ്ഞ ആ സമരഭടൻ്റെ പോരാളിയുടെ കൊലപാതകത്തെക്കുറിച്ചൊരു പരാമർശമില്ലാതെ മുത്തങ്ങ കേസിനെ വെറും ഒരു ക്രിമിനൽ കേസായിട്ട് മാത്രം മാറ്റിയിട്ട് 4 പേരെ ജയിലിലടയ്ക്കാണ് ഒരു വിധിയായിരുന്നത്. പ്രഥമദൃഷ്ട്യാ തന്നെ ഒരു നീതികേടുള്ള ഒരു കേസ്. ഹൈക്കോടതി പോലും പറഞ്ഞിട്ടുണ്ട് വിചാരണ കോടതിയുടെ വിധിയിൽ അനേകം പിഴവുകളുണ്ടെന്ന്. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഈ ശിക്ഷ മരവിപ്പിക്കാനുള്ള നടപടി ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഈ വിചാരണയിലെ പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു പറയാൻ പറ്റും മാഷ്ക്ക്? 23 വർഷം മുമ്പ് നടന്ന ഒരു സംഭവമാണല്ലോ അത്. ഒരു സോഷ്യൽ ഇഷ്യൂ, ഒരു വളരെ ഒപ്രസ്ഡായിട്ടുള്ള കുറേ മനുഷ്യരുടെ നീതിക്ക് വേണ്ടി ഒരു സമരവുമായി ബന്ധപ്പെട്ട ഒരു സംഭവമായിട്ട് ഉള്ളൊരു ട്രയൽ ഇത്രയും 4 നൂറ്റാണ്ട് വലിച്ചിഴക്കപ്പെട്ടപ്പോൾ തന്നെ ഏതാണ്ട് ഒരു 40-നടുത്ത ആളുകൾ ഈ സമരവുമായി കേസിൽ ബന്ധപ്പെട്ട ആളുകൾ മരണപ്പെട്ട് കഴിഞ്ഞു. തുടക്കകാലത്ത് 700ഓളം പേർക്ക് കേസുണ്ടായിരുന്നു. അതിൽ 450-നടുത്തും സ്ത്രീകളാണ്, ജയിലിലിട്ട കുട്ടികൾ വേറെ. പിന്നീട് ഒരു 3 കേസുകളിലേക്ക് ഒരു 160 പേരിലേക്ക് ഇത് ചുരുങ്ങി. ഇപ്പം ഞാൻ 3 കേസിലുണ്ടാവും, അനിൽ 3, അങ്ങനെ എന്തായാലും ആ 200 പേര് ആ കാലഘട്ടത്തിൽ 2004 CBI ഏറ്റെടുത്തപ്പോൾ കൊച്ചി വരെ താണ്ടിക്കൊണ്ട് വന്നതാണ്. ആദ്യത്തെ ഒരു 2 കേസുകൾ മാത്രമാണ് ഗോത്രമാസഭ നേരിട്ട് അവരെ ഒരു വണ്ടിയൊക്കെ ഏർപ്പാടാക്കിക്കൊണ്ട്, അത് പ്രായം പിന്നീട് നടക്കില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ തന്നെ അപ്പോൾ 14 വർഷം കോടതി അവിടെ കയറി കൊച്ചിയിലെ സ്ട്രീറ്റുകളിലൊക്കെ പോയി നിൽക്കുകയും റെയിൽവേ പ്ലാറ്റ്ഫോമിലൊക്കെ വന്നിട്ടാണ് കാലത്ത് കോടതിയിൽ എത്തിച്ചേരുന്നത്. അതിനുശേഷമാണ് ജുഡീഷ്യറിക്ക് ഇതിവിടെ എന്തിനു ട്രയൽ ചെയ്യുന്നു, എല്ലാ സെഷൻസിനും ഒരേ അധികാരമാണല്ലോ എന്ന് കണ്ടെത്തുന്നത്. ജസ്റ്റിസ് സഹാൽ പാഷ എന്ന് പറയുന്നൊരു ജഡ്ജിന് അങ്ങനെ ഒരു പിടിപാടുണ്ടായപ്പോഴാണ് അദ്ദേഹം ഇനിഷ്യേറ്റീവ് എടുത്താണ് നമ്മളൊരു പരാതി കൊടുക്കാൻ പറഞ്ഞത്. അത് കഴിഞ്ഞ് 2016 ട്രയൽ തുടങ്ങി, പിന്നെയും 10 വർഷം എടുത്തു. ഇത്ര ദീർഘകാലം ഡ്രാഗ് ചെയ്യുന്നത് വഴി തന്നെ ഈ മനുഷ്യരെ കൂലിപ്പണിക്ക് പോയി ഉപജീവനം നടത്തുന്ന മനുഷ്യരോട് കാണിച്ച ഏറ്റവും വലിയൊരു നീതികേടാണ്. വിഭാഗീയമായ ട്രയലാണ്. അതൊന്ന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു. ഇവരുടെയൊക്കെ ഒരു നല്ല യുവത്വം, അന്നിപ്പോൾ അനിലൊക്കെ ഒരു 23 വയസ്സൊക്കെ ഉള്ളതാണ് എൻ്റെ ഓർമ്മ. ബിനു ഒരു LLB സ്റ്റുഡൻ്റ് ആയിരുന്നു. രമേശിന് കല്യാണം കഴിച്ചിട്ടുണ്ട്, കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ളവരാണ് അന്ന് ഭൂരിപക്ഷം പേരും. വൃദ്ധരായിട്ടുള്ളവരുണ്ട്, കുട്ടികളുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു നല്ലൊരു യുവത്വം ഈ കേസിന് വേണ്ടി എല്ലാ മാസവും കോടതിയിൽ ഹാജരാകാനും കൂലിപ്പണി എടുത്ത് വിഭവം ഉണ്ടാക്കുന്ന തരത്തിലുള്ള തന്നെ വലിയൊരു കുറ്റകരമായ ട്രയലായിരുന്നു. എന്തുകൊണ്ട് ഇതിൻ്റെ ഒരു സാമൂഹ്യ വശം പരിഗണിച്ച് യുദ്ധകാലാടിസ്ഥാനത്തിൽ ചെയ്തില്ല? പല കോടതികളും ഫാസ്റ്റ് ട്രാക്ക് ഉണ്ടല്ലോ. അപ്പോൾ ഈ കേസ് റദ്ദാക്കണം എന്ന് പറഞ്ഞ ഹൈക്കോടതിയിൽ പോയപ്പോൾ തന്നെ നമുക്കൊരു ഭരണമണ്ഡലങ്ങളിൽ നിന്നും എസ്പെഷ്യലി ജുഡീഷ്യൽ ഉൾപ്പെടെ ഒരു അനുകൂലമായ സമീപനമല്ല വന്നത്. അതായത് ആദിവാസികൾക്ക് എന്തിനാണ് കാട്ടിൽ കയറി, ഇവരെല്ലാം എൻക്രോച്ചേഴ്സ് എന്നുള്ള ഒരു പൊതുബോധത്തിലാണ് കണ്ടിരുന്നത്, ട്രസ്പാസേഴ്സ്. അപ്പോൾ ട്രസ്പാസേഴ്സിന് എന്ത് നീതി എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ഭരണവ്യവഹാര മണ്ഡലങ്ങളിൽ നിൽക്കുന്ന ആളുകളുടെ അതേ മനോഭാവമാണ് മുഴുവൻ സിസ്റ്റം എടുത്തിരുന്നുള്ളത് കൊണ്ട് തന്നെ ഇത്രയും പേര് മരണപ്പെട്ടാലും ട്രയൽ ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നുള്ള മട്ടിലാണ് കൊണ്ടുപോയത്. അതുവഴി ഉണ്ടായ വലിയ നാശനഷ്ടം ചെറുതല്ല. ഒരു 4 നൂറ്റാണ്ടെന്ന് പറഞ്ഞൊരു മനുഷ്യായുസിന് പകുതിയാണെന്ന് ആലോചിക്കണം. അപ്പോൾ എല്ലാം അവസാനം എത്തിച്ചേരുന്നത് ഈ വിധിയുടെ ഒരു എന്താണ് തുറന്നു കാണിക്കുന്നത്, ഒന്നും ആയിരുന്നില്ല ഇതെന്നുള്ളതാണല്ലോ. എന്തിനിതെന്നുള്ളൊരു ചോദ്യമുണ്ട്. വാസ്തവത്തിൽ ഈ നമ്മുടെ ഡിസ്കഷൻ ഓപ്പൺ ചെയ്യുമ്പം മെൻഷൻ ചെയ്ത കാര്യമാണ് ഇതിനകത്ത് റിലവൻ്റ് ആയിട്ടുള്ളത്. ആദിവാസികൾ ഗവൺമെൻറ്റുമായി ഒരു നല്ല ഡിസ്കോഴ്സ് അല്ലെങ്കിൽ ഒരു അഡ്വക്കസി പ്രോസസ്സിലൂടെ വലിയൊരു എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു. കേരളത്തിലെ ട്രൈബൽ അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമായ ഒരു വലിയൊരു പാക്കേജ് ഉണ്ടായിരുന്നു, ഒരു റീസെറ്റിൽമെൻറ്റ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഞങ്ങൾ ആ കുടിൽകെട്ട് സമരകാലത്ത് തന്നെ ഒരു 40-ലധികം ചർച്ചകൾ പങ്കെടുത്തല്ല, ഞാനും ജാനും ഒക്കെ തന്നെ. അപ്പം അത്തരം ചർച്ചയ്ക്ക് ഓപ്പണായി നിൽക്കുന്നൊരു സാധ്യത ഉണ്ടായിട്ടും എന്തുകൊണ്ട് അവരുടെ ഒരു ഗ്രാമം മുഴുവൻ തുടച്ചു നീക്കുന്ന തരത്തിൽ ഓപ്പറേഷൻ നടത്തി? അതിൻ്റെ പേരിലുണ്ടായിരുന്ന വലിയൊരു ക്രിമിനാലിറ്റിയുടെ വലിയൊരു പരമ്പരയുണ്ട്. ഇപ്പം ജാനുവിൻ്റെ തടിച്ച വീർത്ത മുഖം അതിൻ്റെ ഒരു പ്രതീകം മാത്രം, ഒരു ഐസ്ബർഗിൻ്റെ ഒരു പീസ് മാത്രമാണ്. എത്രയോ ആളുകൾ. അപ്പോൾ ആ വശം ഒട്ടും തന്നെ പരിഗണിക്കപ്പെട്ടില്ല. ഇത് ബാലൻസ് ചെയ്യണമല്ലോ. ഒരു സമരമുഖത്ത് ഒരു പോലീസുകാരൻ മരണപ്പെട്ടത് എന്തായാലും ദുഃഖകരമായ സംഭവമാണ്, പലർക്കും പരിക്കേറ്റെന്നുള്ള ദുഃഖകരമായ സംഭവം. പക്ഷെ അതിൻ്റെ എത്രയോ മടങ്ങ് ഈ പറയുന്ന മനുഷ്യരുടെ ജീവിതം തകർക്കുകയും അവരുടെ
എത്രയോ പേര് അതിന് ശേഷം മരണപ്പെട്ടു, അനാരോഗ്യം കൊണ്ട് മരണപ്പെട്ടു. ഇതൊന്നും തന്നെ ഈ പറയുന്ന ഡിസ്കഷന് തുടക്കത്തിൽ പറഞ്ഞ പോലെ പരാമർശിക്കുക പോലും ചെയ്തില്ല എന്നുള്ളതാണ്. ഇപ്പം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ആ വിചാരണയ്ക്കിടയ്ക്ക് അങ്ങനത്തെ ഇഷ്യൂ റൈസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. ഉറപ്പായിട്ടും. അപ്പം അതിനോടുള്ള ഇവരുടെ അദ്ദേഹം പറഞ്ഞത് 2005-6 പീരീഡിലെല്ലാം തന്നെ ഞങ്ങൾ ഹൈക്കോടതിയിൽ ഈ കേസിന് വേണ്ടിയിട്ട് ഒരുപാട് ഇത് റീഇൻവെസ്റ്റിഗേറ്റ് ചെയ്യപ്പെടണം എന്നതിൽ നമ്മൾ ഒരു വലിയ വ്യവഹാരം നടക്കും. കളിശൻ രാജായിരുന്നു അത് ലീഡ് ചെയ്തിരുന്നത്. അഡ്വക്കേറ്റ് എക്സ് അഡ്വക്കേറ്റ് നന്ദിനി കുട്ടികളുടെ കേസിന് വേണ്ടി. അപ്പോൾ ജാനുവിൻ്റെ കേസാണ് നമ്മൾ പ്രതീകാത്മകമായിട്ട് എടുത്തിരുന്നത്. ഇപ്പം എൻ്റെയൊക്കെ ഭാര്യകളൊക്കെ മുഴുവൻ തകർക്കപ്പെട്ടതായിരുന്നു. അങ്ങനെ 600-ലധികം പേർക്ക് ഇൻജേർഡ് ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു. ഇതെല്ലാം ഹൈക്കോടതിയുടെ മുമ്പിൽ കൊണ്ടുവന്നിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 8 ജഡ്ജസ് മാറി മാറി കേസിനു ശേഷം അവസാനം ജസ്റ്റിസ് ബസന്ത് അത് കേൾക്കാൻ തയ്യാറാവുന്നത്. കേട്ട് 2 വർഷം കൊണ്ട് അത് തീർത്തു. പക്ഷേ അതിൻ്റെ ഒരു വിഭാഗീയത ഞങ്ങൾ നന്നായി എക്സ്പോസ് ചെയ്തിരുന്നെങ്കിലും ഇതിൻ്റെ മനുഷ്യാവകാശങ്ങൾ മുഴുവൻ, ലംഘനങ്ങൾ മുഴുവൻ അന്വേഷിക്കാൻ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന് സ്വമേധ എടുത്തൊരു കേസെന്നുണ്ടായിരുന്നു. 2003 മാർച്ച് 16 ഡൽഹിയിലുള്ള സോഷ്യൽ ആക്ടിവിസ്റ്റുകൾ കൊടുത്ത പരാതിയുടെ മുകളിൽ അവരുടെ വിജ്ഞാപനം വന്ന ഉടൻ തന്നെ മുത്തങ്ങ സംഭവവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും, പോലീസുകാരൻ്റെ മരണം ഉൾപ്പെടെ അതിലേക്ക് എത്തിച്ചേർന്ന സാഹചര്യം, ഇതിനെക്കുറിച്ചെല്ലാം തന്നെ ഒരു സ്വതന്ത്രവും നീതിയുക്തമായ ഒരു അന്വേഷണം, ഇംപാർഷ്യൽ ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ഇൻക്വയറി, പ്രിഫറബിളി ബൈ ആൻ ഏജൻസി ലൈക്ക് CBI എന്ന് പറയുള്ളൂ. ജസ്റ്റിസ് ആനന്ദാണ് ആ നോട്ടിഫിക്കേഷൻ്റെ പീരീഡ് വിജ്ഞാപനം. അപ്പോൾ അത് കഴിഞ്ഞ് AK ആൻ്റണി ഗവൺമെൻറ് അത് അംഗീകരിച്ചു. അവരുടെ വിജ്ഞാപനം വന്നു. ആരും ആവശ്യപ്പെടാതെ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചുകൊണ്ടിരുന്ന കേസ് അവരെ ഏൽപ്പിക്കുക ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു നിയമവിരുദ്ധത ഇപ്പോഴും നമ്മൾ ട്രയലിലും കൊണ്ടുവന്നിട്ടുണ്ട്, അന്ന് ഹൈക്കോടതിയിലും കൊണ്ടുവന്നിട്ടുണ്ട്. ഡൽഹി പോലീസിന് എന്താ അധികാരം? ആരും ആവശ്യപ്പെട്ടില്ല, ആർക്കും പരാതിയല്ലോ അന്വേഷണത്തെക്കുറിച്ച്. അപ്പോൾ അതോടുകൂടി ആ ഇൻക്വയറി നീതിയുക്തമായൊരു അന്വേഷണം അപ്പോൾ ജോഗി കലാപം ചെയ്ത ഒരാളെന്നുള്ളതിൽ വെടിവെച്ച് കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പേരിൽ ഇപ്പോഴുള്ളത് ഒരു അൺനാച്ചുറൽ ഡെത്ത് എന്നുള്ളൊരു FIR മാത്രമല്ല, അനാഥ ജഡമായി കിടക്കുകയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ വളരെ റെലവൻ്റാണ്. ആ ഭാഗത്ത് ഒന്നും അന്വേഷിക്കപ്പെട്ടു. പറഞ്ഞ പോലെ ഈ അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ജോഗിയുടെ കൊലപാതകം എന്ന് പറഞ്ഞൊരു കേസ് ഒരു ഇഷ്യൂ നിലനിൽക്കുന്നുണ്ട്, അന്വേഷിക്കപ്പെടാത്തൊരു FIR മാത്രമാണെന്നാണ് തോന്നുന്നു അതിൻ്റെ പേരിലുള്ളത്. അതോടൊപ്പം തന്നെ ഗുരുതരമായിട്ടുള്ള ഇഷ്യൂ ആണ് ഫെബ്രുവരി 19 ശേഷം, ആ സംഭവത്തിന് ശേഷം കോളനികൾ കേന്ദ്രീകരിച്ച് നടന്നിട്ടുള്ള അതിക്രൂരമായിട്ടുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾ. അപ്പോൾ പോലീസ് അന്വേഷിച്ച് വരുന്നത് തന്നെ ഒരു പീഡനമായിട്ട് പേടിച്ചിട്ട് അവരായിട്ട് സംസാരിക്കുമ്പോൾ അറിയാൻ പറ്റും. കുറേ നാളുകളോളം തുടർന്നിട്ടുള്ള അതിഭയങ്കരമായിട്ടുള്ള പോലീസ് പീഡനങ്ങളുണ്ട്. പിന്നെ ഇപ്പോൾ പോലും നമ്മൾ കഴിഞ്ഞ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് അവരായിട്ട് സംസാരിക്കുമ്പോൾ അറിയാൻ പറ്റിയത് ഇപ്പോൾ പോലും ഈ ജോഗിയുടെ മകനായിട്ട് അദ്ദേഹമാണ് പറഞ്ഞത്, ഈ ജോഗിയുടെ മരണമായിട്ട് ബന്ധപ്പെട്ട് ഒരു പോലീസുകാരൻ പോലും അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയിട്ടില്ല, ഒരു അന്വേഷണം പോലും ഉണ്ടായിട്ടില്ല. മാത്രമല്ല ഈ പറഞ്ഞ പോലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അന്ന് കേരള സർക്കാർ കൊടുത്തിട്ടുള്ള ഒരു റിപ്പോർട്ട്, അതായത് ആദിവാസികളെ പ്രതികളാക്കിക്കൊണ്ട് കേരള സർക്കാർ കൊടുത്ത റിപ്പോർട്ട് തള്ളിക്കളയുകയും അവർ തന്നെ ജസ്റ്റിസ് ആനന്ദൻ്റെ തന്നെ ഉത്തരവിൽ പറയുന്നത് ഈ സംഭവത്തിലേക്ക് നയിച്ച, പോലീസ് വെടിവെപ്പിലേക്ക് നയിച്ച കാരണങ്ങളൊക്കെ അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ മോശ പറഞ്ഞ പോലെ ആ കേസ് അന്വേഷണം അട്ടിമറിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം പെട്ടെന്ന് ആദിവാസികൾക്കെതിരായിട്ടുള്ള കേസിൽ CBI അന്വേഷണം പ്രഖ്യാപിച്ചത്. അപ്പോൾ ഈ പറഞ്ഞ ഈ ജോഗിയുടെ മരണം എന്ന് പറഞ്ഞ ഒരു കൊലപാതകം എന്ന് പറഞ്ഞൊരു ഇഷ്യൂ ഉണ്ട്. അതുപോലെ അന്ന് ആ സമയത്ത് ഗോത്രവിഭാഗ സ്ത്രീകളും കുട്ടികളും ഒക്കെ നേരിട്ട പീഡനങ്ങളുണ്ട്. ആ ഇഷ്യൂസൊക്കെ നിയമപരമായിട്ട് എങ്ങനെ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക? അന്ന് ഞങ്ങൾക്ക് ആ കേസ് കൊണ്ടുവരുന്നതിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഈ കേസുകളിൽ ഞങ്ങൾക്കെതിരെ 12 FIRകളുണ്ടായിരുന്നു. 6 ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ട FIRകൾ, അതിൽ 1 302 ഉൾപ്പെടേണ്ടതുണ്ട്, 6 ഫോറസ്റ്റ് ഒഫൻസ് കേസസ്. ഈ എല്ലാ കേസുകളിലും ജോഗിയും കൂടി പ്രതി ചേർത്തിരുന്നു. ജോഗിയെ അക്യൂസ്ഡ് ആയതുകൊണ്ടും ഇതിൽ കലാപകാരി ആയതുകൊണ്ട് വെടിവെച്ചു എന്നുള്ള ഒറ്റ പരാമർശം അതിനകത്തുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ഇത് അന്വേഷിച്ചിട്ടുമില്ലല്ലോ, അത് വിഭാഗീയമായുള്ള അന്വേഷണമാണ് എന്നുള്ള നിലയിലാണ് ഹൈക്കോടതിയിൽ അന്ന് പോയിരുന്നത്. പക്ഷേ ഇപ്പോൾ ആ കേസിൽ മുഴുവൻ ആളിലും കുറ്റമുക്തപ്പെട്ട സാഹചര്യത്തിൽ അന്ന് മരവിപ്പിച്ച അന്വേഷണം, അന്നൊരു FIR അൺനാച്ചുറൽ ഡെത്ത്, അസ്വാഭാവിക മരണം, CRPC 174 ആ FIR ആണുള്ളത്. അത് RDയുടെ പരിധിയിലാണ്. അദ്ദേഹം ഇൻവെസ്റ്റിഗേഷന് ഫോളോ അപ്പ് ചെയ്യേണ്ട ആളുകൾ. അപ്പോൾ ഇനി സ്റ്റേറ്റിന് അത് ബാധ്യതയുണ്ട്. അവർ അപ്പീൽ പോകാം. എന്തായാലും അദ്ദേഹം അങ്ങനെ ഒരു മുഴുവൻ കുറ്റമുക്തമാക്കപ്പെട്ട സാഹചര്യത്തിൽ ഞങ്ങൾ അതിൻ്റെ ഒരു ലീഗൽ ആക്ഷനിലേക്ക് ഇനി പോകും.
അന്ന് ഈ മുഴുവൻ കുടുംബങ്ങൾക്കും നഷ്ടപരിഹാരം നൽകണമെന്നും, കാരണം അവരുടെ മുഴുവൻ ജീവിതത്തിലെല്ലാം കത്തിച്ചു കളഞ്ഞല്ലോ. 150 കുട്ടികളെ ജയിലിൽ പെടുന്നുള്ളത് അന്നത്തെ ജേക്കബ് സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ഉത്തരവാദപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹത്തിൻ്റെ വളരെ സീരിയസ് ആയിട്ടുള്ള റിപ്പോർട്ടുണ്ട്, കുട്ടികളുടെ പേര് സഹിതം ആരുടെയൊക്കെ രക്ഷകർത്താക്കളുടെ കൂടെ അല്ലല്ലോ വിട്ടിരുന്നത്, റാൻഡം വലിച്ചെറിയുന്നത് പോലെയായിരുന്നു. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ 2 കുട്ടികളുണ്ടാവും, വേറൊരു പാരൻറ്റിൻ്റെ കുട്ടികളുണ്ടാവും. പാരൻ്റ് എന്ന് പറയും അച്ഛനമ്മമാരുടെ കൂടെയല്ലേ വിടുന്നത്. കുട്ടികളെ വിട്ടേക്കേണ്ടതുണ്ടായിരുന്നു, അല്ലെങ്കിൽ ജുവനൈൽ ജസ്റ്റിസ് ഹോമിലായിരുന്നു കൊണ്ടുപോകേണ്ടിയിരുന്നത്. അതുകൊണ്ട് അതിനകത്തൊരു ലീഗാലിറ്റി ഉണ്ട് എന്നുള്ളതുകൊണ്ട് ജസ്റ്റിസ് ബസന്ത് അന്ന് തന്നെ അത് സമഗ്രമായി അന്വേഷിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അതിൽ എന്ത് ചെയ്യണം എന്നുള്ള ഫോളോ അപ്പ് ആക്ഷൻ സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനായിരുന്നു കൊടുത്തിരുന്നത്. എന്തായാലും അത്തരം കേസുകൾ ഇനി നമുക്ക് കുറച്ചുകൂടി ഫോഴ്സ്ഫുള്ളായിട്ട് കൊണ്ടുവരാവുന്നതായിരുന്നു. 2003 17-ാം തീയതിയുടെ വലിയൊരു തീവെപ്പ് നടക്കുന്നതാണല്ലോ ഇതിൻ്റെ ഒരു ആരംഭം എന്ന് വേണേൽ പറയാം. 6000 ഏക്കർ തീവെച്ച് നശിപ്പിച്ചിരുന്ന ആരോ, അതിൻ്റെ ഭാഗമായി അത് കത്തിച്ചവരാണെന്നുള്ള സസ്പീഷ്യസായി തോന്നിയുകൊണ്ടാണ് അവർ നമ്മൾ 22 പേരെ അവിടെ തടഞ്ഞു വെച്ചിരുന്നത്, അവർ അറസ്റ്റ് ചെയ്യണമെന്നുള്ളത്. അതുകൂടിയാണ് രാഷ്ട്രീയ പാർട്ടികൾ ഇതിനൊരു കൗണ്ടർ ക്യാമ്പയിൻ ആരംഭിക്കുന്നത്. അപ്പോൾ ആ 6000 ഏക്കറിൻ്റെ തീപിടുത്തം സംബന്ധിച്ചുള്ള അന്വേഷണം ഒന്നും നടന്നിട്ടില്ല. ആ 17 മുതൽ ഞങ്ങൾ ആവശ്യപ്പെട്ട് ഇത് CBI ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം എന്നുള്ളതാണ്, സെൻട്രൽ ഏജൻസി കൊണ്ട്. ഞാൻ ജയിലിൽ വെച്ചും വിശദമായിട്ട് 16 പേജ് കത്തയച്ചിരുന്നു. അത് കഴിഞ്ഞ് ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം 2004 ഈ ഫോറസ്റ്റ് സെൻട്രൽ മിനിസ്ട്രി ഓഫ് എൻവയൺമെൻറ്റ് IG റെപ്രസെൻ്റ് ചെയ്തിരുന്നു. അദ്ദേഹം ഇവിടെ വന്നപ്പോൾ റെപ്രസെൻ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് റെപ്രസെൻറ്റേഷൻ അന്ന് തന്നെ എത്തി. ഇതിലൊന്നും തന്നെ ഒരു നടപടിയും അന്നും ഇന്നും ഒരു അന്വേഷണം ഉണ്ടായിട്ടില്ല. അപ്പോൾ അത്തരത്തിലുള്ള ലീഗിന് 4 നൂറ്റാണ്ട് കഴിഞ്ഞു. അടുത്തൊരു 4 നൂറ്റാണ്ട് അതായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമ്മളത് വിടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അതിനകത്തുള്ള നീതികേടിൻ്റെ പരിഹാരം കാണാൻ ഇതേ ജുഡീഷ്യറിക്ക് ബാധ്യതയുള്ളതുകൊണ്ട് ജോഗിയുടെ മരണം അന്വേഷണ വിധേയമാക്കണം എന്നുള്ളതാണ് ഒന്നാമത് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അതിനൊരു ലീഗൽ ആക്ഷനിലേക്ക് പോകും. അതുപോലെ ഈ സമരവുമായിട്ട് ബന്ധപ്പെട്ട് CK ജാനു പ്രതിയായിട്ടുള്ള കേസ് അടക്കം ഇനിയൊരു കേസുകളുണ്ടല്ലോ, ബാക്കി വരാനുണ്ടല്ലോ, അതിൻ്റെയൊക്കെ പൊസിഷൻ എന്താ? ഇപ്പം കഴിഞ്ഞ കേസിൽ 57 പേരാണ് പ്രതി ചേർക്കപ്പെട്ടിരുന്നത്. രണ്ടാമത് ഇത് രണ്ടും ഫെബ്രുവരി 19 നടന്നൊരു സംഭവമാണ്. അന്ന് മോർണിംഗിലുണ്ടായ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ കേസ് എടുത്തത്. അതിൻ്റെ ഒരു ഫൈനൽ സമാപനമുണ്ടാകുന്നത് 5:30 മണിക്കുണ്ടായിരുന്ന പോലീസ് ഫയറിംഗ് ആണ്. രാവിലെ ഉണ്ടായിരുന്ന എവിക്ഷനുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ ലാത്തിചാർജ് ചെയ്യപ്പെടുകയും ഗ്രനേഡ് എറിഞ്ഞ് പരിക്കേറ്റിട്ടുണ്ട്, വെടിവെപ്പുണ്ടായിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ഒരു സംഘർഷത്തിൽ ഒരു പോലീസുകാരന് പരിക്കേറ്റിട്ടുണ്ട്. അത് ഒരു മുഖ്യ കുറ്റമായി എടുത്തുകൊണ്ട് 74 പേരുടെ പേരിലുള്ള കേസാണ്. അതിലാണ് ജാനു ഉള്ളത്. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ 6 FIRകളാണ് പോലീസ് നമുക്ക് എതിരെടുത്തിരുന്നത്. 6 FIRൽ ഫോറസ്റ്റ് ഒഫൻസുമായി ബന്ധപ്പെട്ടാണ്, OR എന്ന് പറയും, ഫോറസ്റ്റ് ഗാർഡ് ഭാഷ. അതെല്ലാം തള്ളിപ്പോയിട്ടുണ്ട്. നമ്മൾ അങ്ങനെ ഒരു കേസ് നിലവിലില്ല. 2 വിചാരണ ചെയ്ത് തള്ളി, ബാക്കിയാണ് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലത്ത് തള്ളി. അപ്പോൾ ഈ കേസിൽ പിന്നെ ജാനു 1-ാം പ്രതിയായിട്ടുള്ള കേസ്, അതിൽ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിട്ട് കുറേ വർഷമായെന്നുള്ളത് അറിയാമല്ലോ. അതിൽ പലരുടെയും പേരിൽ കുറ്റം തന്നെ ചാർത്തപ്പെട്ടിട്ടില്ല. ഒരു പ്രസക്തമായിട്ടുള്ള ഒഫൻസ് പറയാണ്, ഇന്ന് ചെയ്തു എന്നുള്ളതിൽ. ജാനു ഞാനൊക്കെ അതിനകത്ത് ഗൂഢാലോചനക്കാരായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് 74 പേരിൽ 71 പേരുടെ പേരിൽ കുറ്റങ്ങളില്ലാത്തത് കൊണ്ട് അവരെ ഇതിൽ നിന്ന് കുറ്റമുക്തമാക്കണം എന്ന് പറഞ്ഞവിടെ ഹൈക്കോടതിയിൽ പോയി. അത് ഹൈക്കോടതി സ്റ്റേ ചെയ്യണ്ട കേസിൻ്റെ നടപടി. സ്റ്റേ ഇല്ലായിരുന്നുവെങ്കിൽ ഇതിൻ്റെ വിധി വന്ന സാഹചര്യത്തിൽ കൽപ്പറ്റ സെഷൻസ് ഒരു പക്ഷേ എടുത്തേനെ, സ്പീഡപ്പ് ചെയ്തേനെ. എന്തായാലും ആ സ്റ്റേ നിലനിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ നമ്മളുടെ ഉടനടി നടപടി ഉണ്ടാകണമെന്നില്ല. പിന്നെ 17-നുണ്ടായിരുന്ന സംഭവവുമായി ബന്ധപ്പെട്ട ഇതിൽ ഞങ്ങൾക്കെതിരെ 53 പേരുടെ പേരിലൊരു കേസ് എറണാകുളം CJMലുണ്ട്. CJMൽ വരാൻ കാരണം അവിടെയാണ് CBIയുടെ ചാർജ് ഷീറ്റ്സൊക്കെ കൊടുക്കുന്ന കോടതി. ഒരു CJM ലെവലിലുള്ള ഒഫൻസാണത്. അവരെ നമ്മൾ ഡിറ്റൈൻ ചെയ്തു എന്നുള്ള പേരിലാണ് ആരോപണം. അവരാണ് തീ വെച്ചത് എന്നുള്ളതാണ് ഞങ്ങളുടെ ആരോപണം. അപ്പോൾ അത് എവിഡൻസിൻ്റെ സ്റ്റേജ് കഴിഞ്ഞു. അതാണ് അതിൻ്റെ സ്റ്റാറ്റസ്. ഇപ്പോൾ നമ്മൾ ഈ കേസിൻ്റെ ഒരു ബ്രോഡ് സെൻസിൽ എടുത്തു കഴിഞ്ഞാൽ ഈ പ്രോസിക്യൂഷൻ ആയാലും പോലീസായാലും ഈ ഭരണകൂടത്തിൻ്റെ തന്നെ സ്ഥാപനങ്ങളാണല്ലോ. ഇപ്പോൾ സർക്കാർ സംവിധാനങ്ങൾക്ക് അറിയാം ഇതിൻ്റെ സർക്കാർ തന്നെ ഉറപ്പ് തന്നിട്ടുള്ള ഒരു ഉറപ്പ് ലംഘിച്ചതിൻ്റെ പേരിലാണ് ഈ സമരം തന്നെ, എൻ്റെ കോസ് തന്നെ, റിയൽ കോസ്. അപ്പോൾ ഇതിൻ്റെ സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള കാരണങ്ങൾ വെച്ചുകൊണ്ടുള്ള ആ തരത്തിലുള്ള ഒരു അനലിറ്റിക്കൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും രീതിയിൽ ഇടപെടാൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു തോന്നിയിട്ടുണ്ടോ? ഈ പ്രോസിക്യൂഷൻ ആർഗ്യുമെൻറ്റിലൊക്കെ വരുമ്പോഴേ വെറും ഇതിൻ്റെ ഒരു ക്രിമിനൽ കേസ് മാത്രമായിട്ട് ചുരുക്കിയത് കൊണ്ട് ചോദിക്കുന്നതാണ്. കേരള സർക്കാർ ഇത് CBI കിട്ടിയിട്ട് അവരൊരു കാഴ്ചക്കാരുമാണ്.
കാരണം അവർ ഉദ്ദേശിക്കുന്നതിനേക്കാൾ നന്നായി കേസ് അട്ടിമറിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടത് ഞാൻ പോകുന്നില്ല. അതിനകത്തൊരു പൊളിറ്റിക്കൽ വിഷയം ചൂണ്ടിക്കാണിക്കാൻ മുമ്പ് നമ്മൾ പല ഡിസ്കഷനും പറഞ്ഞിട്ട്, ഇതിലിപ്പോൾ എല്ലാ കക്ഷികളും ഒരേപോലെ ക്രിമിനാലിറ്റിയിൽ പങ്കുള്ളവരാണ്. അന്നും ഇന്നും ഇവർക്കെതിരെ ഒരു കുറ്റം ചെയ്തിട്ടില്ല ജനങ്ങൾക്കറിയാമെങ്കിലും ഇത് അന്ന് ചെയ്തത് ഒരു തെറ്റായിരുന്നു എന്ന് ഇവരാരും ഇപ്പോഴും തുറന്നു പറയാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ടാണ് ഇതിനകത്തൊരു ആദിവാസികൾ ഏറ്റവും ഭീകരമായി വംശീയമായി ഒറ്റപ്പെടുത്തപ്പെട്ട ഒരു സംഭവമാണത്. കേരളീയ സമൂഹത്തിൽ എവിടെയോ ഇങ്ങനെ ഒരു എലമെൻ്റ്, ഒരു മാധ്യമങ്ങളും പോലീസും എല്ലാം ഒത്തുചേർന്നൊരു പരിപാടി. മാധ്യമങ്ങൾ എന്ന് വെച്ചാൽ മീഡിയ അന്ന് സർക്കാരിൻ്റെ ഭാഷയാണ് വാർത്തകൾ കൊടുത്തുകൊണ്ടിരുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ആദിവാസികൾ ഒറ്റപ്പെടുത്തപ്പെട്ടു. അങ്ങനെയാണ് ഇത്രയും വലിയൊരു ക്രൂരമായിട്ടുള്ള വംശീയ വേട്ടയായിട്ടത് മാറുന്നത്. ഇപ്പോൾ രമേശിൻ്റെയൊക്കെ ഊരിൽ ചെന്ന് പോലീസ് ഫയർ ചെയ്തിട്ടുണ്ട്. ചില സിനിമകളിൽ കാണുന്ന പോലെ കോഴിക്കോടുകാരൊക്കെ വെടിവെക്കുക, അവിടെ ഒരു മരണവുമായി ബന്ധപ്പെട്ടൊരു ചടങ്ങ് ചെയ്യാൻ വന്ന ഗോത്രമൂപ്പനെയും അതിൻ്റെ ഒരു കോമരത്തെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരിക. എന്നിട്ട് അവർ ഈ 302 കേസിൽ പ്രതിയാണ്. രണ്ടുപേരും മരിച്ചുപോയി. ട്രയൽ തുടങ്ങുന്നതിന് മരിച്ചു. ഒരു കരുന്തനും ഒരു നന്നു എന്ന് പറയുന്ന 2 പ്രായം ചെന്ന ആളുകൾ 302 പ്രതിയാക്കിയ ഒരു കേസാണ്. അപ്പോൾ ഒരുപക്ഷെ എൻ്റെ പിറ്റേ ദിവസം ഞങ്ങൾ സറണ്ടർ ചെയ്തില്ലായിരുന്നു എങ്കിൽ അതിഭീകരമായൊരു വംശീയ വേട്ട ആദിവാസി ഊരുകളിൽ നടക്കും. പോലീസ് ഇങ്ങനെ പ്രവർത്തിക്കുമ്പം നാട്ടുകാരെന്നുള്ള നിലയിൽ സാമൂഹ്യവിരുദ്ധ ഉൾപ്പെടെ ഈ നിയമം കയ്യിലെടുക്കുന്ന ഒരു കാലമായിരുന്നു അത്. അപ്പോൾ അതിന് ഒരു തിരുത്തൽ അവരിപ്പോഴും തയ്യാറായിട്ടില്ലായിരുന്നു കാര്യത്തിൽ. പിന്നീട് LDF അധികാരത്തിൽ വന്നു. VS അച്യുതാനന്ദൻ സഖാവൊക്കെ വളരെ നന്നായി ഇടപെട്ടിരുന്നുവെങ്കിലും പവറിൽ വന്നപ്പം ഒന്നും ചെയ്തില്ല. പിന്നെ എന്തെങ്കിലും ചെയ്തത് അന്നും ഇന്നും ആൻ്റണി ഗവൺമെൻറ്റിൻ്റെ ഭാഗമായ കോൺഗ്രസിൻ്റെ ഉള്ളിൽ നിന്നാണ് അത് ഉണ്ടായത്. ഞാനിപ്പോൾ ഒരു നന്മയെന്ന് പറയുന്നതല്ല, പക്ഷേ അതിൻ്റെ ഒരു മർമ്മത്തിലേക്ക് ഇവർ പോയിട്ടില്ല. ഇതൊരു സാമൂഹിക വിഷയമാണെന്നും ട്രൈബൽ അജണ്ട ഏറ്റവും ടോപ്പ് മോസ്റ്റ് പ്രയോറിറ്റിയിൽ കൈകാര്യം ചെയ്യേണ്ടതാണ് എന്നും അവർ തന്നെ എത്തിയിരിക്കുന്ന എഗ്രിമെൻറ്റുകൾ മുമ്പിലിട്ട് കൊണ്ടുവരുന്നത് കേരള സൊസൈറ്റിയുടെ ഒരു ജനാധിപത്യ സമൂഹം എന്നുള്ള നിലയിൽ അതിൻ്റെ നിയമബോധവൽക്കരണങ്ങളിലെല്ലാം തന്നെ ഒരു നവീകരണം ആവശ്യമുള്ളതെന്ന നിലയിലും ഇപ്പോഴും ഒരു തിരുത്തലുണ്ടായിട്ടില്ല. ഇപ്പം അനിൽകുമാർ സമരത്തിൽ പങ്കെടുത്ത ഒരാളാണ്. അനിൽകുമാർ മാത്രമല്ല, അനിൽകുമാറിൻ്റെ ജീവിത പങ്കാളി കവിതയും, 2 പേരുണ്ടായിരുന്നു ആ സമരത്തിൽ. 2 പേർക്കെതിരെയും ഈ സെയിം കേസിലെ പ്രതികളാക്കപ്പെട്ടിരുന്നതാണ്. കവിതയെ ഒഴിവാക്കി അനിൽകുമാർ മാഷോടൊപ്പം ശിക്ഷിച്ചു. മാഷ് നേരത്തെ പറഞ്ഞ പോലെ വളരെ ചെറുപ്പത്തിലാണ്, ഒരു 20-22 വയസ്സിലൊക്കെയാണ് അല്ലേ വരുന്നത്. അത് എങ്ങനെയാണ് സമരത്തിൻ്റെ ഒന്ന് ഓർത്ത് പറയാമോ, സമരത്തിൻ്റെ ഭാഗമാകുന്നത് എന്നുള്ളത്? 2001 കുടിൽക്കെട്ട് സമരം, അതുമായിട്ടാണ് ഈ സമരരംഗത്ത് വരുന്നത്. ആ സമരത്തിൻ്റെ ഭാഗമായിട്ടുള്ള എഗ്രിമെൻ്റ് കാര്യങ്ങളും ആളുകൾക്ക് ഭൂമി കൊടുക്കാമെന്ന് ഒരു ഉദ്ഘാടനം എന്ന രീതിയിൽ കുറച്ച് ആളുകൾക്ക് ഭൂമി കൊടുക്കുകയും പിന്നെ അത് മറക്കുന്ന ഒരവസ്ഥ വന്നപ്പോഴാണല്ലോ 2003 ജനുവരി 1 മുത്തങ്ങ സമരഭൂമിയായി തിരഞ്ഞെടുക്കുന്നത്. ആ സമരഭൂമി വളരെ ശാന്തമായ രീതിയിലായിരുന്നു 45 ദിവസത്തോളം. യാതൊരുവിധ പ്രശ്നവും, സ്പെഷ്യൽ ബ്രാഞ്ച് പോലും അവിടെ ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിരിക്കും ഒരു റിപ്പോർട്ടിലും അവർ പറഞ്ഞിട്ടില്ല. പുറത്ത് ആ രീതിയിലില്ലായിരുന്നു. വളരെ പെട്ടെന്ന് ഒരു 17-ാം തീയതിയൊക്കെ ആയപ്പോൾ, ഫെബ്രുവരി 17-ാം തീയതി ആയപ്പോൾ വലിയൊരു ഗൂഢാലോചന, ഇവരത് എന്താണ് ശാന്തമായി നിന്നുകൊണ്ട് ആദിവാസി സമൂഹത്തിനെതിരെ വലിയൊരു ഗൂഢാലോചന പുറത്ത് നടക്കുന്നുണ്ടായിരുന്നു എന്നാണ് എനിക്ക് ആ കാര്യത്തിൽ വളരെ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അവരെ ആ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ 17-ാം തീയതി ഫയർ വാച്ചർ എന്ന് പറയുന്ന ആളുകളും ആ മേഖലയിലെ വാറ്റുചാരയും ആ കാടിന് ചുറ്റുപാടുള്ള കുറച്ച് ആൾക്കാരും, ആരാ എങ്ങനെ എന്നൊന്നും പറയാൻ പറ്റില്ല, അത്തരം കുറച്ച് ആളുകളും ഈ ഭൂമിക്ക് ചുറ്റും ഞങ്ങൾ സമരം ചെയ്യുന്ന ആ ഭാഗത്തിന് ചുറ്റും തീയിടുന്നതായി ബന്ധപ്പെട്ട് നമ്മളവരെ കണ്ടുമുട്ടുന്നത്. അങ്ങനെ അത് ഇവരെ ഒരു വലിയൊരു പ്ലാനിങ് ആയിരുന്നു. അതിന് ഞങ്ങൾ തലവെച്ച് കൊടുത്തു. യാഥാർത്ഥ്യത്തിൽ അവിടെയാണ് സംഭവം തുടങ്ങുന്നത്. അതായത് ഇവര് ഫയർ വാച്ചർമാർ വന്നു, അവർ ഫയർ ലൈൻ ആണ് തെളിക്കുന്നതെന്നായി ചിത്രീകരിച്ചു. അതല്ലായിരുന്നു യഥാർത്ഥത്തിൽ സംഭവം. വളരെ വ്യക്തമായിട്ട് ഇവർ ഫോറസ്റ്റ് വണ്ടിയിൽ, അല്ലെ വേറെ ഒരു പ്രൈവറ്റ് വണ്ടി, ഫോറസ്റ്റ് വണ്ടി ഉപയോഗിച്ചില്ല, പ്രൈവറ്റ് വണ്ടിയിൽ ആനപ്പിണ്ടൊക്കെ ആയി
അതിൽ പെട്രോൾ ഒഴിച്ച് ഇവർ ഇത് കത്തിക്കുമായിരുന്നു. അതായിരുന്നു ഞങ്ങൾ തടഞ്ഞത്. ഏതായാലും നമ്മളെ ആയിരക്കണക്കിന് ആളുകൾ അവിടെയുണ്ട്. ഒരിക്കലും നമ്മളത് ചെയ്യില്ലല്ലോ. ഇരിക്കുന്ന കൊമ്പ് ആരെങ്കിലും വെട്ടുമോ? അപ്പം അതിൻ്റെ ആ ഭാഗമായി അന്ന് വലിയ പ്രശ്നമായി. ആളുകൾ ഇവരെ തടഞ്ഞു വെച്ചു. പിറ്റേ ദിവസം 18-ാം തീയതി ചർച്ചയും കാര്യങ്ങളൊക്കെ ആയി. അത് ആ ചുറ്റുപാടിലുള്ള ആൾക്കാരും പിന്നെ എന്താ പറയുക, വയനാട്ടിലെ സ്ഥിതി അറിയാലോ, എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഭേദമന്യേ എല്ലാ ആളുകളും ആദിവാസി സമരത്തിനോ ആ സമൂഹത്തിൻ്റെ നേട്ടത്തിനോ ഇവരാരും സംഘടിതരല്ല. എപ്പോഴും ഒറ്റപ്പെടുന്ന ഒരവസ്ഥയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇവരൊക്കെ ഇവരെ ഫോറസ്റ്റിൽ പണിയെടുക്കുന്ന ആളുകളെ വാച്ചർമാരെയൊക്കെ കെട്ടിയിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിലാണ് രണ്ടാമത് ഇവർ 18-ാം തീയതി വലിയ പ്രക്ഷോഭമായിട്ട് വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ 144 പ്രഖ്യാപിക്കുന്നത്. ഇവരെ നമ്മൾ വിട്ടയക്കുന്നു. അവരെ ഇതിൻ്റെതല്ല, ഗവൺമെൻറ്റിൻ്റെ ആൾക്കാരായി അന്നത്തെ DYSPമാരൊക്കെ വന്ന് സംസാരിച്ചു. കാര്യം നമ്മളവരെ ധരിപ്പിച്ചു. അങ്ങനെ അവർ വിട്ടയച്ചു. അങ്ങനെ അത് വലിയൊരു പ്ലാനായിരുന്നു. എന്തായാലും ആ ഒരു പ്ലാനിങ്ങിലാണ് പിറ്റേ ദിവസം 19-ാം തീയതി കുടിയിറക്കുന്നത്. ഞങ്ങൾ 3 ഘട്ടങ്ങളിലാണ് ആളുകൾ താമസിച്ചിരുന്നത്. ഇത് ഞാൻ പൊൻകുഴി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. ഞങ്ങൾ ഏകദേശം ഒരു 90 കുടുംബങ്ങൾ. അപ്പോൾ ഈ പൊൻകുഴി മേഖലയിലായിരുന്നു ഞങ്ങൾ. ഞങ്ങൾ ഇവരുടെ അടുത്ത് ഈ തകരപ്പാടിക്കെത്താൻ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ അന്നത്തെ 18-ാം തീയതി അവിടെ നടന്ന ഒരു സംഭവം, 18-ാം തീയതി രാവിലെ നടന്ന് ഈ ഇവരെ വിട്ടുകൊടുക്കുകയും ചെയ്തതിന് ശേഷം പിന്നീട് നടക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ച് നമുക്കൊരു ധാരണയില്ലായിരുന്നു. നമ്മൾ ഇവരുടെ അടുത്ത് വന്നില്ലായിരുന്നു. തകരപ്പാടിയിൽ വന്നില്ല, പൊൻകുഴി തന്നെയായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം 19-ാം തീയതി വളരെ വലിയ പ്രശ്നം കാര്യങ്ങൾ. പിന്നെ പത്രമൊന്നും അങ്ങനെ നമ്മുടെ അടുത്തേക്ക് ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ വാർത്തകൾ പ്രാധാന്യത്തെക്കുറിച്ചൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ശരിക്കും 19-ാം തീയതി ഇവിടെ കുടിയിറക്കപ്പെട്ടപ്പോൾ ഇവരെ അടിച്ചോടിക്കപ്പോൾ പോലീസിൻ്റെ വലിയൊരു പ്ലാനിങ് തയ്യാറാക്കിയിരുന്നു അവർ. കാരണം ഈ ആളുകൾ അവിടുത്തെ ഫോറസ്റ്റുകൾ, അവർക്ക് ബീറ്റ് ഫോറസ്റ്റുമാർക്ക് അവരെ കാടിനെ കുറിച്ച് വളരെയേറെ ധാരണയുള്ള ആളുകളായിരുന്നു. വരുന്ന ഫോഴ്സിനെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കാവുന്ന രീതിയിലുണ്ടായിരുന്നു. പക്ഷെ ആളുകളെ ഉൾക്കാട്ടിലേക്ക് ഇവരടിച്ച് ഫയർ ചെയ്യുകയായിരുന്നു ചെയ്തത്. യാതൊരു മുന്നറിയിപ്പില്ലാതെ തകരപ്പാടിയിൽ നിന്ന് നമ്മളെ ആളുകൾ എതിർത്തു. പകരം നമ്മൾ റോട്ടിലോട്ടും പായിക്കാതെ ആളുകളെ ഉൾക്കാട്ടിലോട്ടാണ് ഇവർ പായിച്ചത്. അപ്പോൾ തന്നെ കാര്യങ്ങൾ മനസ്സിലായി. ഒച്ചപ്പാടും ബഹളമായി. ആ ഒരു അവസ്ഥ വന്നപ്പോൾ തന്നെ ഇതൊരു പ്ലാനിങ് ആണ്. ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അതെ, അതായത് ഇത് എങ്ങനെയെങ്കിലും അവർക്ക് തകർക്കണം. ഇനിയൊരു ആദിവാസി സമരം ഇവിടെ ഉണ്ടാവരുത്. അവർ ലക്ഷ്യം നമ്മൾ ഒരുപാട് സ്ഥലത്ത് കുടിയൊഴിപ്പിക്കലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ശാന്തമായ രീതിയിൽ. പോലീസ് 1000 ആൾക്കൂട്ടം ഉണ്ടായിട്ടും കാര്യമില്ല. 10 പോലീസുകാർ വിചാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇവരെ ഒതുക്കി നിർത്താൻ കഴിയും. താങ്കൾക്ക് മർദ്ദനമേറ്റിരുന്നു ആ സമയത്ത്? വെടിയേറ്റിരുന്നു. വെടിവെപ്പില്ലേ അല്ലേ? അതെ, നേരത്തെ തന്നെ വെടിവെച്ചിരുന്നു. എന്നിട്ട് എന്നിട്ട് വെടിവെച്ചു. പിന്നെ രക്ഷപ്പെടാൻ പറ്റിയോ? ഓടി രക്ഷപ്പെടും? ലാസ്റ്റ് ഓടിയൊക്കെ ചെയ്തു. അതിനുശേഷമുള്ള കോളനികളിൽ ഈ പറഞ്ഞ പോലുള്ള അതിനുശേഷം കോളനികളിൽ പിന്നെ കോളനികൾ മാത്രമല്ല, ഇപ്പൊ നമ്മൾ 2 ദിവസം എന്നെയൊക്കെ 2 ദിവസം കഴിഞ്ഞിട്ടാണ് പിടിച്ചിരുന്നത്. പിടിക്കുന്ന സമയത്തൊക്കെ ആ ചുറ്റുപാടിലുള്ള ആളുകൾ എന്നെ വനലക്ഷ്മിയിൽ വെച്ചിട്ടാണ് എൻ്റെ കൂട്ടത്ത് കുറച്ച് മാധവൻ, അങ്ങനെ കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു. ഇവരൊക്കെ പിടിക്കുമ്പോൾ തന്നെ പൊതുവെ എല്ലാ ആളുകളും ഉണ്ടായിരുന്നു. പക്ഷെ പിടിച്ച പട്ടികളൊക്കെ ഓടിക്കുന്ന ഒരവസ്ഥയില്ലേ, ആ ഒരു സ്ഥിതിഗതിയിലായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ഭീകരമായൊരു ഇതിലായിരുന്നു അവിടുത്തെ. പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ എന്താ പറയുക, 5:30 മണിത്തെ വെടിവെപ്പ് എന്ന് പറയുന്നതും ഇതുപോലെ തന്നെയായിരുന്നു. ഭയങ്കര പ്ലാനിങ് ആയിരുന്നു പോലീസിന്. യാതൊരുവിധ രീതിയിലുള്ള ചർച്ചയ്ക്ക് അവർ തയ്യാറാവാതെ ഏത് രീതിയിലും ഇവിടെ ഒരു എന്താ പറയുക വലിയൊരു പ്രശ്നം സൃഷ്ടിക്കണം എന്നുള്ള രീതി അവർക്കുണ്ടായിരുന്നു. അത്രമാത്രം പോലീസ് ബറ്റാലിയൻ അവർ സംഘടിപ്പിച്ചു. അതിന് വേണമെങ്കിൽ അവർക്ക് വളരെ എന്താ പറയുക ആ 2 വശത്തു കൂടി പോലീസുകാർ കയറിയിരുന്നെങ്കിൽ ഈ യാതൊരുവിധ സംഭവം അവിടെ ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ യാഥാർത്ഥ്യത്തിൽ അവിടെ ഒരു വലിയൊരു പ്രശ്നം ഉണ്ടാക്കിയെടുക്കണം എന്ന് പറയുന്നത് അന്നത്തെ പോലീസുകാരെ വലിയ ആവശ്യമായിരുന്നു. അതാണ് ആരും കാണാത്തൊരു സംഭവം. ഇത്രയും വലിയൊരു ഷൂട്ട് അവിടെ, ഇത്രയും വലിയൊരു സംഭവം, ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങളൊക്കെ നടന്ന സ്ഥലത്ത് പോലും ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല.
അത്തരം ഒരു കാഴ്ചയായിരുന്നു. അത് വളരെ അവർക്ക് നല്ല രീതിയിൽ അതായത് ഇവരെ പിന്നെ പോലീസുകാരും ഇവിടെയൊക്കെ ഫോറസ്റ്റുകാരും ഒക്കെ അവിടെ ഉണ്ടെന്ന് പറയുമ്പോഴും അവർക്ക് ലളിതമായ രീതിയിൽ അത് പരിഹരിക്കാം. 45 ദിവസം സമരം ഉണ്ടായിരുന്നല്ലോ അവിടെ. അതെ, അതിൽ 43 ദിവസം അന്നത്തെ ന്യൂസ് എടുത്തു നോക്കിയാൽ എവിടെയും ഒരു പ്രശ്നമായിട്ട് ഒരു ആദിവാസികളായിട്ടോ അവിടുത്തെ വരുന്ന ബീറ്റ് ഫോറസ്റ്റുകാരായിട്ടോ ആരുമായിട്ടോ ഒരു പ്രശ്നമില്ല. അപ്പൊ ഇവരത് പൊളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരൊറ്റ ദിവസം കൊണ്ട് അതെ, അവര് അത് പൊളിക്കുക, ആ ഒരു രീതിയിൽ അടിച്ചമർത്തുക എന്നുള്ള രീതിയിലാണല്ലോ ആ വെടിവെപ്പ് പോലും നടന്നത്. അല്ലെങ്കിൽ അവർക്ക് അത് വളരെ ലഘുവായ രീതിയിൽ ആ പ്രശ്നം പരിഹരിക്കാൻ കേരള പോലീസിന് കഴിയുമായിരുന്നു. ഇതിൽ ജീവച്ചവായിൽ ഇവിടെ ഇരിക്കുന്ന ആൾ ഉദാഹരണമാണ്. ഇയാളൊക്കെ അടികൊണ്ട് എന്തോ ഭാഗ്യത്തിന് ഇപ്പൊ ഇവിടെ ഇരിക്കുന്നതാണ്. അത്രയും അടികൊണ്ട് അത്രമാത്രം വേദനകൾ അനുഭവിച്ചിട്ടുണ്ട് ആളുകൾ, അത്രയും ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട് അവര്. ഇതൊക്കെ ഒരു ആവശ്യമില്ലാണ്ടാണ്. ഇപ്പൊ മാഷ് പറഞ്ഞല്ലോ 40ഓളം പേരുടെ മരണം. അത് ശരിക്കും പൊതുസമൂഹത്തിന് മുന്നിൽ വരാത്ത അവർ അമ്മാതിരി അടിയാണ് അടിച്ചത്. ഉരുട്ടിട്ട് IBകളിലും അവിടെ ഇവിടെ ഒക്കെ കൊണ്ടുപോയിട്ട് അത്രമാത്രം ആളുകൾ ഉപദ്രവിച്ചു. പക്ഷെ അവരെ 1-2 ആളുകളുടെ പ്രശ്നം മാത്രമേ അവർ ചൂണ്ടിക്കാണിക്കുന്നുള്ളൂ. ഇപ്പൊ ബിന്നു തിരുവനന്തപുരത്ത് നിന്നാണല്ലോ അല്ലെ സമരത്തിൽ പങ്കാളികളാവാൻ വേണ്ടി വരുന്നത്. അതെങ്ങനെയാണ് തിരുവനന്തപുരത്ത് നിന്ന് വയനാട്ടിലേക്കുള്ള ഒരു വരവ് എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനൊരു വയനാട്ടിൽ വന്നിട്ടൊരു ഭൂസമരത്തിൽ പങ്കെടുക്കണമെന്ന് തോന്നിയത് എന്തുകൊണ്ടാണ്? തിരുവനന്തപുരത്ത് ഗവൺമെൻറ് ലോ കോളേജിൽ പഞ്ചവത്സര LLB വിദ്യാർത്ഥിയായിരുന്നു. ആദിവാസി ഗോത്ര മഹാസഭ രൂപീകരിക്കുന്നതിന് തൊട്ട് മുൻപ് ഗീതാനന്ദൻ, ജാനു ഇവരുടെ നേതൃത്വത്തിൽ വടക്കൻ കേരളത്തിൽ നിന്ന് തിരുവനന്തപുരത്ത് അവസാനിക്കുന്ന ഒരു യാത്രയും സമരപരിപാടികളൊക്കെ വന്ന് അവിടെ കുടിലുകെട്ടൽ സമരം ആരംഭിച്ചു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ 20-ൽ കൂടുതൽ കുടിലുകൾ കെട്ടിയിരുന്നു. നമ്മൾ ഈ സെമിനാറും ക്ലാസ്സും ഒക്കെ അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് തന്നെ ഇവരുടെ ആദിവാസി ഗോത്ര മഹാസഭ ഗീതാനന്ദൻ, ജാനുവിൻ്റെയൊക്കെ സമരവും നോട്ടീസ് വായന, അവരുടെ പ്രസംഗം, കുറേ വിവരങ്ങൾ നമുക്കത് ശേഖരിക്കാൻ പറ്റി. അക്കൂട്ടത്തിൽ തന്നെ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ഗോത്രവർഗ വിഭാഗമുണ്ട്, വേടൻ. അതെ, ഞങ്ങളുടെ ഒരു കുടുംബത്തിൽ തന്നെ വേടനും മലവേടനും ഉണ്ട്. അച്ഛൻ മലവേടൻ, അമ്മ വേടൻ, മക്കൾ ഒരാൾ വേടൻ, ഒരാൾ മലവേടൻ. അതായത് ഒരാൾ SC, ഒരാൾ ST. ഒരു ട്രൈബൽ SC/ST പ്രശ്നം കമ്മ്യൂണിറ്റിക്കകത്തുണ്ട്. അപ്പോൾ നമ്മുടെ ഈ നേതൃത്വമായിട്ട് ചേർന്ന് നിന്നാൽ തീർച്ചയായിട്ടും ഞങ്ങളിപ്പോൾ ആവശ്യപ്പെടുന്ന പട്ടികവർഗ പ്രവേശനം, അതായത് തിരുവിതാംകൂറിലുള്ള യഥാർത്ഥത്തിൽ ഒരു ആദിവാസി ഉണ്ടെങ്കിൽ അത് വേടനാണ്. ആ വേടനെ പട്ടികവർഗ ലിസ്റ്റിൽ ഇതുവരെ ഉൾപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം ഈ നേതൃത്വവുമായി ചേർന്ന് നിന്നാൽ തീർച്ചയായിട്ടും നമുക്ക് 1 ST ലിസ്റ്റിൽ വരാൻ പറ്റും. 2 ഞങ്ങൾക്ക് ഈ ഭൂവിതരണം നടത്തുമ്പോൾ ഭൂമി 1 ഏക്കർ മുതൽ 5 ഏക്കർ വരെയുള്ള ഭൂമി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരമാണ് അന്ന് അവിടെ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഭൂമിയിൽ യഥാർത്ഥത്തിൽ ഭൂമി കിട്ടേണ്ടത് ഈ തിരുവനന്തപുരം, കൊല്ലം ജില്ലയിലുള്ള മലവേടൻ ഗോത്രത്തിലുള്ള ആളുകൾക്കാണ്. കാരണം അവരുടെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ മരിച്ചാൽ കുഴിച്ചിടാൻ ഭൂമിയില്ല. അപ്പോൾ വീട്ടിന് അകത്തും അടുക്കളയിലും സെപ്റ്റിക് ടാങ്കിലൊക്കെയാണ് ശവം കുഴിച്ചിടുന്നത്. അപ്പോൾ ഭൂമിക്ക് അർഹരായത് ഈ വേടന്മാരാണ്. അപ്പോൾ ഭൂസമരം നടക്കുമ്പം അതിൽ ഞങ്ങളും കൂടി തീർച്ചയായിട്ടും പങ്കാളികളാകണം. അങ്ങനെ പങ്കാളിയാവുകയും 6-ാം നമ്പർ കുടിലിൽ ഞങ്ങൾ നിരന്തരം നമ്മുടെ പ്രദേശത്തുള്ള ആൾക്കാരെ, ഈ കോളനിവാസികൾ, ഞങ്ങളുടെ കൂടെയുള്ള മുഴുവൻ ആളുകളെയും ഒന്നിടോട്ട് ഇങ്ങനെ പങ്കെടുപ്പിച്ചുകൊണ്ടേയിരുന്നു. അപ്പം അവിടുത്തെ നേതൃത്വങ്ങളെയും പ്രവർത്തകരെയും ആദ്യമായിട്ട് ഈ വയനാട്ടിലുള്ള നമ്മുടെ ആൾക്കാരെയൊക്കെ കണ്ടപ്പോൾ കൂടുതൽ സൗഹൃദവും ഇടപെടലും ബന്ധങ്ങളും ഉണ്ടായി. ആ സമരത്തിൽ ഞാൻ സജീവ പങ്കാളിയായി തിരുവനന്തപുരം മുതൽ. പിന്നീട് ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ തന്നെയാണ് ഗോത്ര മഹാസഭ രൂപീകരിച്ചത്. ഗീതാനന്ദൻ, ജാനുവിൻ്റെ നേതൃത്വത്തിൽ ആദിവാസി ഗോത്ര മഹാസഭ രൂപീകരിക്കുകയും ഞങ്ങൾ തിരുവനന്തപുരം, കൊല്ലം ജില്ലയുടെ എല്ലാ വേടർ സങ്കേതങ്ങളിലും എത്തി ആളുകളുടെ ഇക്കാര്യം പറഞ്ഞ് ബോധവാന്മാരാക്കി കൂടെ നിർത്തി ഇതിൻ്റെ കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ അശോകൻ, ബിനു, പിന്നെ ഒരു ഹരിദാസ്, ഒരു വിജയൻ, ജോയി എന്ന് പറയും, ഞങ്ങൾ കുറേ പേര് ഇതിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എത്തി. അപ്പോൾ കേരളം മൊത്തം നിറഞ്ഞിരുന്ന ഒരു മഹത് പ്രസ്ഥാനമായിരുന്നു. അതിന് തുടർച്ചയായിട്ടാണ് മുത്തങ്ങ സമരം ഉണ്ടാവുന്നത് 2 വർഷം കഴിഞ്ഞല്ലേ? വയനാട്ടിലേക്ക് എങ്ങനെയാണ് വന്നത്? ഈ സമരത്തെ പങ്കാളികളാവാൻ നേരിട്ട് വന്നതാണോ? അശോകനും ബിനു അല്ലേ, ബന്ധു കൂടിയാണല്ലേ അശോകൻ? ഈ സമരത്തിന് ഒരു പ്രധാനപ്പെട്ട അടിസ്ഥാന കാരണമുണ്ട്. ഏറ്റവും സമ്പൽ സമൃദ്ധമായ വയനാട്, ഭക്ഷണം മിച്ചമുള്ള ഒരു ജില്ല, പക്ഷെ ആദിവാസികൾ പട്ടിണി കിടന്ന് മരിക്കുന്നു. അപ്പോൾ ആ പട്ടിണി മാറ്റി അവരെ സ്വയം പര്യാപ്തരാക്കുക, 1 ഏക്കർ മുതൽ 5 ഏക്കർ വരെയുള്ള ഭൂമി കൊടുത്ത് അതിന് അനുബന്ധമായ സേവനം സാധനങ്ങളും നൽകിയാൽ
അവർ സ്വന്തം കാലിൽ അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു ആത്മാഭിമാന ബോധമുള്ള ഒരു ജനതയെ നമുക്ക് വാർത്തെടുക്കാൻ പറ്റും. അതാണ് സമരത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം. അപ്പോൾ ഈ ഭൂമി കിട്ടുക, അതോടൊപ്പം തന്നെ ഈ സ്വയം പര്യാപ്തരാകുക, ഞങ്ങൾക്ക് നിഷേധിക്കപ്പെട്ട ആരും അറിയപ്പെടാതെ നടക്കുന്ന ഈ വേടൻ പ്രശ്നവും മുന്നിൽ കൊണ്ടുവരാൻ പറ്റും. അന്നത്തെ പോലീസ് അതിക്രമം എങ്ങനെയാണ് നേരിട്ടത്? ബിനുവിനെ നേരിട്ട് തന്നെ പോലീസ് ആക്രമിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? ആദിവാസി ഗോത്ര മഹാസഭ ഈ മുത്തങ്ങയിൽ സമരം ചെയ്തപ്പോൾ ആഴ്ചയിൽ പത്രസമ്മേളനം വിളിച്ചു കൂട്ടും. പത്രക്കാരറിയണം, ലോകം അറിയണം. അതെ അതെ. ഞങ്ങളിവിടെ സമരസ്ഥലത്തിൻ്റെ എല്ലാ മുക്കും മൂലയും വന്ന് അവർ കാണുകയും അതിൻ്റെ നിരീക്ഷണം നടത്തുകയും ക്യാമറ പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് പറയാനുള്ളതെല്ലാം ആകപ്പാടെ 2 പൊട്ട മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു. നമുക്ക് വൈദ്യുതി സൗകര്യമില്ല. അന്നത്തെ 2000 ആ സമയത്തുള്ള ഫോൺ ഉപയോഗ സൗകര്യം എന്ന് വെച്ചാൽ വളരെ ശോചനീയാവസ്ഥയാണ്. അതിൽ പോലും നമ്മൾ ഈ പുറം ലോകവുമായി വാർത്താമാധ്യമവുമായി നിങ്ങളോട് ഇന്ന് സഹകരിക്കുന്ന അതേപോലെ തന്നെ അവിടെ ആ സമരഭൂമിയിലേക്ക് മീഡിയാസിനെ വിളിച്ചുകൊണ്ടേയിരുന്നു, ഞങ്ങളുടെ അഭിപ്രായം അറിയിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ ഈ അനിൽകുമാർ സൂചിപ്പിച്ചതുപോലെ കാട് കത്തിച്ചു, ഫോറസ്റ്റ് ജീവനക്കാരാണ് ചെയ്തത്. അപ്പോൾ അതേ ഡിപ്പാർട്ട്മെൻറ്റിൽ അതേ ജീവനക്കാർ ഈ ആദിവാസികളെ ഒഴിപ്പിക്കണമെന്നുള്ള ഗൂഢ ഉദ്ദേശത്തോടു കൂടി അത് ചെയ്തപ്പോൾ ആദ്യം ചെയ്തത് ഒരു ജുഡീഷ്യൽ പവറുള്ള കളക്ടർ അറിയിക്കുകയാണ് ചെയ്തത്. ഇത് കാട് കത്തിച്ച, ഞങ്ങളെ കത്തിച്ച് കൊല്ലാൻ ശ്രമിച്ച ആ ഉദ്യോഗസ്ഥന്മാരത്രയും കോടതി എന്നുള്ള രീതിയിൽ ബഹുമാനപ്പെട്ട കളക്ടർ മുൻപാകെ ഹാജരാക്കും. അതേസമയം അതേ സമയം തന്നെ പത്രക്കാരുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ട് വിളിച്ചുകൊണ്ടിരുന്നു. ഇവരെല്ലാവരും വിളിച്ചു കൂട്ടിയിട്ടാണ് അവരുടെ സാന്നിധ്യത്തിലാണ് ഈ കുറ്റവാളികളെ ഞങ്ങളവിടെ തിരിച്ചേൽപ്പിച്ചു. അവർക്ക് ആർക്കും യാതൊരു പോറലേൽക്കാതെയാണ് നമുക്കവിടെ അവരെ കൊടുക്കാൻ പറ്റും. ബിനുവിന് നേരെ പോലീസ് ഏത് രീതിയിലുള്ള ഒരു മർദ്ദനമാണ് ഉണ്ടായത് ആ സമയത്ത്? പോലീസ് മർദ്ദനം ഏറ്റുകെട്ടില്ലേ? മർദ്ദനം പോലീസുകാർ രക്ഷിക്കാൻ വേണ്ടിയുള്ള അടവല്ലല്ലോ അവരെ ക്യാമ്പിൽ പഠിക്കുന്നത്. അടിച്ചമർത്തുക, എല്ലാവരെയും തലയടിച്ച് പൊട്ടിക്കുക, പറ്റുമെങ്കിൽ ജീവച്ഛമാക്കുക. കാലിലൊക്കെ നല്ല തോക്കിൻ്റെ പാത്തി കൊണ്ട് ഇടിച്ച് നല്ല രീതിയിൽ അമർത്തി നോക്കി. അപ്പോൾ കാലേകദേശം ഇത്ര വണ്ണമായി. പിന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചെന്ന് അതിൻ്റെ രക്തവും പഴുപ്പും എല്ലാം വലിയ സിറിഞ്ച് വെച്ച് കുത്തിയെടുത്തിരുന്നു. പിന്നെ കാലെല്ലാം അടിച്ച് പൊട്ടിക്കാൻ നോക്കി. അതാണ്ട് ഇത് അടുത്ത് എന്താ നട്ടലിൽ ഈ തോക്കിൻ്റെ പാത്തി കൊണ്ട് അവർ വളഞ്ഞു നിന്ന് തോക്കും ലാത്തി എല്ലാ ആയുധങ്ങളുണ്ട് ഇടിച്ച്. ആ സമയത്ത് ഞാൻ മരിച്ചു. പിന്നെ ഒരു 1 മണിക്കൂർ കഴിഞ്ഞാണ് മരിച്ചു എന്ന് കരുതിയിട്ട് കമ്പിളിയിൽ ഞാനും കൂടിയിട്ട് പോയതാണ്. എനിക്ക് മനസ്സിലായി ഞാൻ മരിച്ചു എന്ന്. പിന്നീട് പോലീസ് തന്നെയാണോ എടുത്തുകൊണ്ട് പോയത്? അവർ പതപ്പിനകത്താക്കി വിളിച്ചെടുത്തോണ്ട് പോയെന്നാണ് പറഞ്ഞു. അതൊന്നും ഓർക്കാൻ പോലും പറ്റുണ്ടാവില്ല അല്ലേ ഇപ്പോൾ? അതുപോലെ രമേശനന്ന് ആ സമരഭൂമിയിലുണ്ടായിരുന്ന ആളാണല്ലേ. അത് ഏത് രീതിയിലുള്ള ഒരു ഇതാണ് ആക്രമണമാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് ഓർക്കാൻ? ആ പോലീസ് അന്ന് വ്യക്തിപരമായിട്ട് മാത്രമല്ല, നിങ്ങളുടെ ഒരു ജീവിച്ചിരുന്ന കുടുംബങ്ങൾക്കും സമൂഹത്തിന് നേരെ ഏത് രീതിയിലുള്ള പോലീസ് അതിക്രമമാണ് ഉണ്ടായെന്ന് ഓർമ്മിക്കാമോ? 11/12/2002 ഈ കുടിക്കെട്ട് സമരമായിട്ടുള്ള മീനങ്ങാടി കമ്മ്യൂണിറ്റി ഹാൾ ഒരു കുടിക്കെട്ടി വന്ന ശേഷം ഒരു വയനാട് ജില്ലയിൽ എല്ലാ ഭാഗത്തുനിന്നും ഈ കോളേജ് സെറ്റിൽമെൻറ്റിൽ ഒരു പൊതുപ്രവർത്തകർ അന്ന് ഈ പാർട്ടി അല്ലാതെ ചെറിയ ചെറിയ സാമൂഹിക വ്യക്തികളുണ്ട്. അവർ ആ കൂട്ടായ്മയായിട്ട് വിളിച്ച് എല്ലാ ഗോത്രങ്ങളും ഊരുമുപ്പാടങ്ങി ഒരു യോഗം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ചെറിയ കോളേജ് പ്രൊമോട്ടേഴ്സ്, ആശാ വർക്കർ, അങ്ങനെ അത് ഓരോ കാര്യം ആശുപത്രിയിലൊക്കെ പോകുമ്പോൾ ചെറിയ ചെറിയ കാര്യത്തിലൊക്കെ ഞാൻ പോയിട്ട് സഹായിക്കുക. സ്റ്റേഷനിൽ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ അത് പങ്കാളിത്തം നൽകുക. അങ്ങനെ ചെറിയ ചെറിയ ഒരു സാമൂഹിക രീതിയിലൊക്കെ പോയി പ്രവർത്തിച്ചിട്ടുണ്ട്. ആ സമയത്താണ് കുടികെട്ട് സമരവുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ് വന്ന ശേഷമാണ് ഒരു മീറ്റിംഗ് നടത്തുന്നത്. ആ മീറ്റിങ്ങിൽ സമരം അവിടെ നടക്കുന്നു. സമരം നടക്കുമ്പോൾ മണ്ണിന് വേണ്ടിയിട്ടാണ് ഒരു സമരം ചെയ്യുന്നത്. ഈ മീറ്റിംഗ് കൂടിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എനിക്ക് സമരത്തിൽ പോകാൻ സമയം കിട്ടിയില്ല. അപ്പോൾ അവർ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോൾ
എല്ലാ ഊരിലെ മെയിൻ ആൾക്കാരൊക്കെ പറഞ്ഞു നമുക്ക് CK ആണെങ്കിൽ ഇതാണ് അവിടെ കമ്മിറ്റികൾ അതിന് പങ്കാളിക്കാരാണ്. അങ്ങനെ ഓരോരോ ഊരുകളിൽ 5-5 പേര് നമ്മളൊക്കെ പങ്കാളിത്താണ്. അവിടെ പോയപ്പോൾ നല്ലൊരു അഭിപ്രായം. ഒരു ഊര് സഭയിലെ ഒരു അംഗമായിട്ട് തിരഞ്ഞെടുക്കുക ചെയ്തു. അതിന് തൊട്ട് ഞങ്ങൾ സജീവമായിട്ട് എൻ്റെ മുമ്പിൽ കണ്ടത് ഒരു വീട്ടിൽ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന മൂന്ന് വീടുകളുണ്ടായിരുന്നു എൻ്റെ ആ ഓർമ്മയിൽ. ആ 3 വീട്ടിലും ഒരു വീട്ടിൽ 5-6 കുടുംബങ്ങൾ ഒരു കുടുംബം അമ്മ അച്ഛന് അവരെ പിന്നെ മക്കൾ 6 മക്കളാണെങ്കിൽ 6 മക്കൾ വിവാഹം കഴിച്ച് ആ ഒരു വീടാണ്, വലിയ വീട്. ആ സൈഡിലൊക്കെയാണ് കിടന്നുകൊണ്ട് ജീവിച്ചത്. അപ്പോൾ മണ്ണിന് വേണ്ടിയിട്ട് ഇവർ തീരുമാനത്തിൽ ഇതിൽ പങ്കാളിത്തം നൽകുമെന്നുള്ള ഒരു ധാരണയിൽ അങ്ങനെ മൂൽപ്പുഴ പഞ്ചായത്തിലെ ബത്തേരി ഡിവിഷനിൽ ഒരു 25 ഊർ സഭയിൽ സെറ്റിൽമെൻറ്റ് ഞങ്ങൾ നടത്തി. നമ്മൾ ആവശ്യങ്ങൾ കുഴിച്ചിടാൻ സ്ഥലമില്ല, പിന്നെ നമുക്ക് വിദ്യാഭ്യാസമില്ല, ഇതൊക്കെ നമ്മൾ നേരിട്ടിയപ്പോൾ നിരന്തരം കാണുന്നുണ്ട്. അപ്പോൾ എല്ലാ സമയവും ഈ ഊരുകൂട്ടം നടത്തുമ്പോൾ ഊരിലല്ല നടത്തുന്നത്. അതാത് ഊരിൽ ഇതുപോലെ നടത്തുകയാണെങ്കിൽ അവർ ഊരുകളിൽ എന്തൊക്കെ ആവശ്യങ്ങളുണ്ടാകും അതൊന്നും നമുക്ക് ആർക്കും ലഭിക്കുന്നില്ല. ഇവർ എവിടെയെങ്കിലും ദൂരത്ത് കമ്മ്യൂണിറ്റി ഹാളിലോ പൊതുസ്ഥലങ്ങളിൽ വെച്ചിട്ടാണ് ഊർ കമ്മിറ്റി നടത്തുന്നത്. ഈ ഒരു സംഭവമൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് എല്ലാവരും ഓരോരോ ഊരുകളിൽ പോയിട്ട് സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കി. അങ്ങനെ സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കിയിട്ടാണ് ഞങ്ങൾ സമരത്തിൽ 48 ദിവസം സമരം ചെയ്തിട്ട് ഞങ്ങൾ പലപ്പോഴും ഇത് കിട്ടാതെ വന്നപ്പോൾ പഞ്ചായത്ത് തലത്തിൽ, ബ്ലോക്ക് തലത്തിൽ, ജില്ലാ തലത്തിൽ, സംസ്ഥാന തലത്തിൽ നിരന്തരമായിട്ട് സമരങ്ങൾ ചെയ്തു. ഞങ്ങൾക്ക് ചെയ്തിട്ടും ഒരു ഭൂമിയും ലഭിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. അതിനുശേഷമാണ് വീണ്ടും സ്വയം മണ്ണി ജീവിക്കാൻ ഒരു അവകാശമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എന്നിട്ടാണ് നമ്മൾ മുത്തങ്ങ, അത് കാടിൻ്റെ ഒരു 1965 മദ്രാസ് ഗവൺമെൻറ്റിന് തിരിച്ചെടുത്ത ഭൂമിയാണ് വയനാട് ജില്ല. അത് ഞങ്ങൾ മണ്ണാണ്, അന്ന് വണമാണ് നമ്മളത് കാടിനുള്ളിൽ. അങ്ങനെ അത് ആ മുത്തങ്ങയിൽ ഞങ്ങൾ സമരത്തിന് പോയി. നമ്മൾ സമരത്തിൽ പോയപ്പോൾ അവിടെ പൊങ്കുഴി ഒരു ഡിവിഷൻ റോഡ് സൈഡ്, തകരപ്പാടി റോഡ് സൈഡ്, ഈ അമ്പൂത്തിന്ന് പറയുന്ന കാടിൻ്റെ ഉള്ളിൽ ഈ 3 സ്ഥലങ്ങളാണ്. ഇവിടെ കർണാടക, ഇവിടെ തമിഴ്നാട്, ഇവിടുത്തെ കേരളം, ഈ 3 കൂടിയ സ്ഥലമായിരുന്നു ആ മുത്തങ്ങ. അതിൽ മൂൽപ്പുഴ ഒരു പുഴ കടന്നു പോകുന്ന ഒരു വകുപ്പാണ്. ഈ 3 കൂടിയ സ്ഥലത്തിൽ നിന്ന് ഈ വേനൽക്കാലം വരുമ്പോൾ ഈ ഓട്ടോമാറ്റിക്കായിട്ട് മൃഗങ്ങൾ കടന്നു വരും. അത് നല്ലൊരു വേട്ട അവിടെ ഉണ്ടാകും, ഇറച്ചിയും മാൻകൊമ്പുകളായിട്ടും അങ്ങനെ വേട്ടയാടുന്ന ഒരു സ്ഥലം. അതുകൂടാണ്ട് തന്നെ അവിടെ ഈ പുഴ ഉള്ളത് കൊണ്ട് ആ പുഴേൻ്റെ തീരത്ത് ഈ മാടങ്ങൾ കെട്ടി നാടൻ വാട്ടുകളുണ്ടായിരുന്നു. അതുമാത്രമല്ല ഈ പുഴ കടന്ന് ഇപ്പുറത്തേക്ക് വരാനുള്ള ഈ സ്പിരിറ്റ് കള്ളക്കടത്ത് കർണാടകയിൽ നിന്ന് ഒഴുകി വരും. പിന്നെ ഇവിടുത്തെ കർണാടക തമിഴ്നാട് ബോർഡറിൽ നിന്ന് നല്ല വീട്ടി, തേക്ക്, ചന്ദനം പോലുള്ള എല്ലാ മരങ്ങളും അവിടെ തന്നെ വെട്ടി ചെത്തി പണിയെടുത്ത് അവിടെ നിന്ന് വീടുകളിലൊക്കെ ഒഴുകി വരായിരുന്നു. ആ സ്ഥലത്തായിരുന്നു ഞങ്ങൾ, ആ തുമ്പത്തായിരുന്നു ഞങ്ങൾ സമരം ചെയ്തുകൊണ്ടിരുന്നത്. ഈ സമരം അവിടെ ഞങ്ങൾ വളരെ ചട്ടക്കൂടിയാണ് സമരം ഞങ്ങൾ പിന്നെ കുടിയേറ്റിയത്. പിന്നെ അവിടെ താമസിക്കുമ്പോൾ തന്നെ ആദ്യത്തെ ഒരു മീറ്റിംഗ് കൂടി. ഇവിടെ ഇത്രയും ഒഴുകി വരുന്ന സ്ഥലം ഇവിടെ പലരും നമ്മളെ കുറ്റവാളികളാക്കാൻ ഉണ്ടാവാം. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു കമ്മിറ്റിയൊക്കെ കൂടി അത് എല്ലാ ഭാഗത്തും വാളണ്ടിയറെ നിയമിച്ചു. എന്നാൽ എന്തെങ്കിലും സാധനം അകത്തിട്ട് ഞങ്ങൾ കുറ്റപ്പെടുത്തും, വളരെ ജാഗ്രത വേണം, നിങ്ങൾ പുറത്തേക്കൊന്നും പോകരുത്, ചിലപ്പോൾ മൃഗങ്ങൾ ഒഴുകിയും വെള്ളം കുടിക്കാനൊക്കെ അതിനെ നോക്കാൻ വേണ്ടിയിട്ട് വാളണ്ടിയർമാരെ നിയമിച്ചു. അതിൽ നല്ല ഈ ആ സമരത്തിലെ പങ്കാളിത്തം നൽകിയ ഒന്ന് വെട്ടക്കുറുമ്പ, കാട്ടുനായ്ക്ക, അടിയ, കുറിച്ച 4 വിഭാഗങ്ങൾ, പണിയ വിഭാഗങ്ങളാണ്. അവിടെ അതിനൊരു നിയന്ത്രിക്കുന്ന ഒരു ചെക്ക് പോസ്റ്റ്, അതിൽ ഞാൻ ചീഫ് സെക്യൂരിറ്റി ആയിട്ട് തിരഞ്ഞെടുത്തത്. വരുന്ന ആൾക്കാരോട് നല്ല രീതിയിൽ സംസാരിക്കാനും
അവർ വേണ്ടിയ കാര്യങ്ങൾ ചെയ്യാനോ അകത്തേക്ക് കൊണ്ടുപോകാനോ ഉള്ള നല്ല സ്വഭാവമുള്ള ആളിനെ, നല്ലൊരു ദേഷ്യമല്ലാത്ത ഒരാളിനെയാണ് തിരഞ്ഞെടുത്തത്. അതിന് ഒന്നായിരുന്നു ഞാൻ അവിടെ ചീഫ് സെക്യൂരിറ്റി ഓഫീസർ. അത് കഴിഞ്ഞ ശേഷം ഇത്രയും കുറേ ദിവസങ്ങൾക്ക് സമരം ചെയ്ത് ഇവർ സർക്കാർ ഭാഗത്തു നിന്ന് ടി.വിക്കാർ നിരന്തരം വരും. അവരെല്ലാം ഞാൻ കൂട്ടിപ്പോയിട്ട് എല്ലാ മേഖലയും കാണിക്കുകയും അവർക്ക് ഒന്നും കേടുപാടില്ലാതെ തിരിച്ച് ഗേറ്റ് കൂടി തന്നെ പറഞ്ഞു വിടാറ് ചെയ്യാറുണ്ട്. അത്ര ദിവസമായിട്ട് ഒരു പ്രശ്നമില്ലായിരുന്നു. അപ്പോൾ ഇവർ ഞാനന്ന് താറപ്പാടിയിലെ ഈ സംഭവമുള്ളപ്പോൾ ഇവർ പിന്നെ കുറച്ച് കീഴടങ്ങുവോ അല്ല നിങ്ങൾ പിന്നെ കുടിയിൽ ഒഴുകി പോവുകയോ ഒന്നും ആവശ്യപ്പെട്ടില്ല. അവർ നേരെ വന്നത് അത് എന്താ പറയുക, ഒരു ശബ്ദമായിട്ട് ഒരു കുടിയിൽ ഒഴിപ്പിക്കായിട്ട് അവർ വന്നവരാണ്. ആ സംഭവത്തിലാണ് അവർ ഒഴുകി വന്നത്. ആ സംഭവത്തിൽ ഞാൻ അന്നേരം ഗേറ്റിലായിരുന്നു. ഗേറ്റിലുള്ളപ്പോഴാണ് അവർ അക്രമികളായിട്ടാണ് അവർ വരുന്നത്. അക്രമികൾ പറഞ്ഞാൽ വെടിവെപ്പ് അവിടെ തുടങ്ങി. ഗേറ്റിൽ ഇങ്ങനെ താറപ്പാടി മുമ്പിലേ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് വളരെ ശക്തമായിട്ട് ഞങ്ങൾക്ക് ഇത് ശബ്ദം കേട്ടാൽ തന്നെ എല്ലാവരും കൂടി ഇവർ അവിടെ, ഞാൻ റോഡ് സൈഡിലാണ്, ഈ താറപ്പാടി ഡിവിഷൻ റോഡ് സൈഡാണ്. ഇവർ അവിടെ നിന്ന് ഫയർ ചെയ്യുന്നത് ഇവർ പുറകോട്ട് വന്നിട്ട് റോഡിലേക്കല്ല കൊണ്ടുവന്നത്, ഉള്ളിലേക്ക് നേരെ ഉൾക്കാട്ടിലേക്ക്. ഇത് ബോർഡർ അവിടെ കഴിഞ്ഞാൽ ആ സമയത്ത് ഫെബ്രുവരി മാസമാണ്. അന്ന് കടുവ, പുലികൾ, ആനകൾ, കാട്ടികൾ, കൊടൂരമായിട്ട് മൃഗങ്ങൾ വെള്ളം താഴ്ച കുടിക്കാൻ വേണ്ടിയിട്ട് വരുന്ന സമയമാണ് ഈ ഫെബ്രുവരി മാസം. അങ്ങോട്ടാണ് ഞങ്ങളെ ഓടിച്ചു വിടുന്നത്. അതിൽ പരിചയമുള്ളവർ നേരിട്ട് എങ്ങനെയെങ്കിലും ഓടിച്ചിട്ട് എങ്ങനെയെങ്കിലും ചണ്ണമുണ്ടായിട്ട് റോഡ് സൈഡിൽ വഴി അറിയുന്നവരുണ്ടാവും. നിരന്തരക്കാട്ടിലേക്ക് ഭക്ഷണം കാണാൻ പോകുന്ന അറിയില്ല. ബാക്കിയുള്ളവർക്കൊന്നും ഒന്നും അറിയില്ല. എല്ലാവരും ഈ മാനന്തവാടി സൈഡിൽ നിന്നൊക്കെ സമരത്തിൽ വന്നിട്ടുണ്ടായിരുന്നു, ബത്തേരി ഡിവിഷനിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു, അതുപോലെ കാട്ടിക്കലോ ഈ സൈഡ് ഈ കുറച്ച് ദൂരത്ത് അവിടെ ആ കാടിനെ പറ്റി പിന്നെ അറിയാത്ത ആൾക്കാരാണ് സമരം. എല്ലാവരും ഉൾക്കാട്ടിലേക്ക് കർണാടകയും കഴിഞ്ഞ് പോയവരുണ്ട്. ആ കുറേ മിസ്സായിട്ട് ഒരാഴ്ച ശേഷം ഒക്കെ വീടുകളിൽ എത്തിയവരുണ്ട്. അവിടെ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് പിന്നെ കർണാടകയിൽ നിന്നും ബോർഡറിൽ നിന്നൊക്കെ പോയിട്ട് അവിടെ നിന്ന് മിസ്സായിട്ട് റോഡ് സൈഡിലൊക്കെ വന്നിട്ട് എങ്ങനെ ഒഴുകി ഒരാഴ്ച ശേഷമാണ് വീട് എത്തുന്നത്. ഇതൊരു വലിയൊരു അന്ന് ഈ ഓർക്കാൻ വയ്യ. ഞാൻ ഓടുകൊട്ടേ ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ നിന്ന് കാണപ്പോഴുണ്ട് എന്താ പറയുക, ഒരു നായാട്ടാണ് അവർ നടത്തിയത്. ഭയങ്കര ഭീകരമായിട്ടുള്ള, അതെന്താ കുടിലൊഴിപ്പിനല്ല, അതില്ലെങ്കിൽ യുദ്ധം നമ്മൾ കാണുന്നത് ആ രീതിയിലല്ല ഇവിടെ ചെയ്തത്. അതിനേക്കാളും കൊടൂരമായിട്ടുള്ള ഇതാണ്. കുടികളിൽ കത്തിക്കുന്നു, അടിക്കുന്നു. എന്താ പറയുക, ഓർക്കാൻ വയ്യ. ഇപ്പോഴും എൻ്റെ മനസ്സിലൊന്നും ഒഴിവായിട്ടില്ല അത്രയും സംഭവം. അതിനുശേഷം ഞാൻ അവിടെ നിന്ന് ഓടി വന്ന് വീട്ടിലേക്ക് എത്തിയപ്പോൾ അന്ന് സമരത്തിൽ പോയപ്പോൾ എൻ്റെ മോൾക്ക് 3 വയസ്സ്, ചെറിയ കുട്ടികളായിരുന്നു. ഈ കുട്ടികൾ മിസ്സായി പോയി. എൻ്റെ കൂട്ടത്ത് ശങ്കരൻ അമ്മ ഉണ്ടായിരുന്നു. എവിടെ പോയി സാധിക്കില്ല, 2 കുട്ടികളാണ്. വീട്ടിലെത്തിയോ ഇതുണ്ടായി. അതിനുശേഷം നമ്മൾ എന്താ പറയുക, രേഷ്മ ബുസ്കിറ. അതിനുശേഷം ഞാൻ അവിടെ നമ്മൾ ബന്ധുവിൻ്റെ വീട്ടിലേക്ക്, അന്ന് പണിയൊന്നുമില്ല, ബന്ധുവിൻ്റെ വീട്ടിൽ മുളക് പറിക്കാൻ വേണ്ടി പോയി. അതിനുശേഷം കോടതിയിൽ കേസ് ഉണ്ടായിരുന്നു. അങ്ങനെ 5 മാസം. അതിനു മുമ്പ് കേസ് കുറച്ച് ലിസ്റ്റുമൊക്കെ തയ്യാറാക്കി അവർ കേസ് വിചാരണ തുടങ്ങിയിട്ട് എൻ്റെ പേര് ഒന്നും ലിസ്റ്റിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ 5 മാസം ശേഷമാണ് എന്നെ വിളിക്കുന്നത്. കേസ് തുടങ്ങി 5 മാസം കഴിഞ്ഞിട്ട് അതുവരെ ഞാൻ പണിക്ക് പോയത്. എന്നെ പിടിച്ചിട്ട് വന്നില്ല. എൻ്റെ പേരുള്ളത് കൊണ്ട് ഞാൻ നേരിട്ട് ഹാജരായി. അത് സംഭവമാണ്. പിന്നെ അതിനുശേഷം എന്നെ CBI അവിടെ പോയിട്ട് എറണാകുളം പിന്നെ CBI കൈമാറിയപ്പോൾ നന്നായിട്ട് തോക്ക് കൊണ്ടും വടി കൊണ്ടും കൈ കൊണ്ടും കാല് കൊണ്ടും ഷർട്ടെല്ലാം ഊരിട്ട് ഒരു 3 ദിവസം അടിയാണ്. അവർ ചോദിക്കുന്നത് വിനോദ് എങ്ങനെയാണ് മരിച്ചതെന്നോ, അല്ല യോഗി മരിച്ചതിനോ, അല്ല നീ എങ്ങനെ സമരത്തിന് പോയതിനോ, നിൻ്റെ ആവശ്യം എന്താണോ, യാതൊരു ചോദ്യമല്ല. വിനോദ് എങ്ങനെ മരിച്ചു, ആ ഒരു സംഭവം മാത്രമാണ് എന്നോട് 3 ദിവസം മുന്നേ ചോദിച്ചൊരു കാര്യം.
അങ്ങനെയായിരുന്നു എൻ്റെ സംഭവം. വീട്ടിലേക്ക് എത്തിയപ്പോൾ ഉണ്ട്, അതിനുശേഷം വീട്ടിൽ വന്നപ്പോൾ ഈ വൈഫ് ഗവൺമെൻറ് ആശുപത്രിയിലായിരുന്നു. ഭക്ഷണമൊന്നും കഴിക്കാണ്ട് അവിടെ നേരെ അവിടെ നിന്ന് കോടതിയിൽ നിന്ന് വന്ന ശേഷം നേരിട്ട് ഇങ്ങനെ ആശുപത്രിയിൽ പോയിട്ടാണ് അവിടെ ഒരു കൂട്ടത്തുണ്ടായത്. അന്ന് 3 വയസ്സായ മകളില്ലേ രേഷ്മ, ഞാൻ അതിൻ്റെ സാന്ദർഭികമായി പറയാണ്, ആ മകളെ ചൊല്ലി അഭിമാനിക്കാം ശരിക്കും രമേശിന്. ഞാൻ ഈ കേസിന് ശേഷം രേഷ്മയായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. അപ്പോൾ രേഷ്മ പറഞ്ഞത്, ഇനി ഒരു മുത്തങ്ങയിലൊരു സമരം ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങളെപ്പോലുള്ള സ്റ്റുഡൻസ് അതിന് മുന്നിലുണ്ടാവുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവരൊന്ന് വിദ്യാർത്ഥിയാണല്ലോ. അപ്പോൾ അങ്ങനൊരു അന്നത്തെ 3 വയസ്സായ മകള് ഇന്നൊരു വിദ്യാർത്ഥിയായിരിക്കുമ്പോഴും ആ അന്നത്തെ അനുഭവം മുഴുവൻ അവരെയും കൂടിയും നിങ്ങളുടെ തലമുറ മാത്രമല്ല ആ വിദ്യാർത്ഥികളുടെ തലമുറ കൂടി ഏറ്റെടുക്കുന്നുണ്ടെന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അതുപോലെ മാഷേ, ഈ നമ്മളിപ്പോൾ സംസാരിക്കുന്നത് വളരെ നിർണായകമായുള്ള സന്ദർഭത്തിലാണ്. അതായത് 2ാം ഭൂപരിഷ്കരണം എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി വി ഡി സതീശൻ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇപ്പോൾ പുറത്തു വന്ന വിവരങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അത് നിക്ഷേപകരെയും വ്യവസായികളുടെയും ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭൂവിതരണ പദ്ധതിയായിട്ടാണ് നമ്മൾ കാണുക. അതായത് സർക്കാർ വകുപ്പുകളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയൊക്കെ കൈവശമുള്ള മിച്ചഭൂമി പിടിച്ചെടുത്ത് ലാൻഡ് ബാങ്ക് ഉണ്ടാക്കുക, പിന്നെ ഒരു ഭൂമി വിനിയോഗ മാനേജ്മെൻറ്റ് നയം രൂപീകരിക്കുക. അതിലൊന്നും എവിടെയും ഈ ഭൂരഹിതരായിട്ടുള്ള മനുഷ്യർക്ക് ഭൂമി, അവരുടെ അവകാശമായുള്ള ഭൂമി നൽകുന്നതിനെക്കുറിച്ച് എവിടെയും പറയുന്നില്ല. അപ്പോൾ ഈ 2ാം ഭൂപരിഷ്കരണം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമായിട്ട് വരേണ്ടതാണ് ശരിക്കും ഈ കോണ്ടെക്സ്റ്റിൽ. അത് പക്ഷേ ഈ രീതിയിൽ ശരിക്കും അട്ടിമറിക്കപ്പെടുകയാണോ എന്നുള്ള സംശയം പോലും തോന്നും ഈ പ്രഖ്യാപനത്തിന് പുറകിൽ. അപ്പോൾ ആദിവാസി ഗോത്രമഹാസഭ അടക്കം ഉന്നയിക്കുന്ന ഈ ഭൂരഹിതർക്കുള്ള ഭൂമി എന്ന് പറഞ്ഞ അവകാശത്തിനെ ഈ കോണ്ടെക്സ്റ്റിൽ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുക, മുദ്രാവാക്യം എങ്ങനെയാണ് ഇങ്ങനൊരു സർക്കാർ പ്രഖ്യാപനത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക എങ്ങനെയാണ്? അതെ, UDF ഗവൺമെൻറ്റിൻ്റെ തെരഞ്ഞെടുപ്പ് പത്രികയിൽ ഭൂരഹിതരായിട്ടുള്ള മുഴുവൻ ഗോത്രവർഗ വിഭാഗങ്ങൾക്കും ഭൂമി കൊടുക്കും എന്ന് പറയുന്നുണ്ട്. പഴയ ആൻ്റണി പാക്കേജ് നടപ്പാക്കുമെന്ന് പറയുന്നുണ്ട്. പെസ നിയമം നടപ്പാക്കുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എല്ലാറ്റിനും ഉപരിയായി കേരളത്തിൽ ഡോക്ടർ രാജമാണിക്യൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയ 5 ലക്ഷത്തിലധികം ഏക്കർ ഭൂമി ഏറ്റെടുത്ത് ബിരുദർക്ക് കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. ഇത് അങ്ങനെ ചെയ്യണം എന്നുള്ള നിലയിലുള്ള വലിയൊരു ക്യാമ്പയിൻ ഞാനൊക്കെ ഉൾപ്പെടുന്ന പ്ലാറ്റ്ഫോമെല്ലാം ചെയ്തിട്ടുള്ളതുമാണ്. അങ്ങനെയാണ് UDFൻ്റെ പ്രകടന പത്രികയിൽ സ്ഥാനം പിടിച്ചത്. പക്ഷേ നമ്മളെല്ലാം നിരാശപ്പെടുത്തുന്ന നിലയിലാണ് ഇപ്പോൾ ബഡ്ജറ്റിൻ്റെ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. അത് 2ാം ഭൂപരിഷ്കരണത്തിൽ ഈ പറഞ്ഞതുപോലെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു വാണിജ്യാവശ്യങ്ങൾക്ക്, വ്യവസായം എന്നല്ല ഉപയോഗിക്കുന്നത്, വാണിജ്യാവശ്യം എന്നാണ് ഉപയോഗിക്കുന്നത് കൂടി നമ്മൾ അടിവരയിട്ട് കാണേണ്ട ഒരു കാര്യമുണ്ട്. മാത്രമല്ല അത് കഴിഞ്ഞിപ്പോൾ അതിനുവേണ്ടി ഒരു സമിതി രൂപീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് വന്നു. ഒക്ടോബർ മാസത്തോടു കൂടി ആ സമിതിയുടെ പഠനം പുറത്തു കൊണ്ടുവരുമെന്നും നിയമസഭയിൽ അതിനുവേണ്ടി നിയമനിർമ്മാണം നടത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ലക്ഷ്യവും ഉദ്ദേശ പദ്ധതിയായി പറഞ്ഞിരിക്കുന്നത്, നിലവിലുള്ള തോട്ടങ്ങൾക്ക് ഒരു ലിമിറ്റുണ്ടല്ലോ, പ്രത്യേകതരം വിളകൾ പാടുള്ളൂ എന്നുള്ളതാണ് തോട്ടം ഭൂമിക്ക് നൽകിയിരിക്കുന്ന ഇളവ്. ഭൂപരിഷ്കരണ നിയമത്തിൽ ഒരു വ്യക്തിക്ക് കൈവശം വെക്കാവുന്ന ഭൂമിക്ക് പരിധി നിർണ്ണയിച്ചിട്ടുണ്ട്. ഒരു കുടുംബത്തിന് കൈവശം വെക്കാവുന്ന ഭൂമി 12 ഏക്കറാണ്. ഒരു വ്യക്തിക്കാണെങ്കിൽ 5 ഏക്കർ, 4ലധികം കുടുംബങ്ങൾ അങ്ങനെയുള്ളതാണെങ്കിൽ 15 ഏക്കർ വരെ വെക്കുക എന്നുള്ളതാണ് ഭൂമിയുടെ ലിമിറ്റ്. അതിനപ്പുറം എന്തെങ്കിലും ഭൂമി കൈവശം വെക്കുന്നുണ്ടെങ്കിൽ നിർണ്ണയിക്കപ്പെട്ട തോട്ടവിള, കാപ്പി, തേയില, കുരുമുളക്, കശുവണ്ടി തുടങ്ങിയ കാര്യങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഇളവ് ഒഴിവാക്കി എല്ലാതരം വിളകളും ചെയ്യാനുള്ള അനുമതി വേണമെന്നും, ടൂറിസ്റ്റിന് ഇപ്പോൾ തന്നെ 10% ഭൂമിക്ക് അനുമതിയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വൻകിട ഭൂവുടമ വിഭാഗങ്ങളുടെ എസ്റ്റേറ്റ് ഓണേഴ്സിൻ്റെ ഒരാവശ്യമായി UDFൻ്റെ മുമ്പാകെ എത്തി എന്നുള്ളത് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അതൊരു തത്വത്തിൽ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ തോട്ടം ഭൂമിക്ക് ഈ നേരത്തെയുള്ള പരിധി എടുത്തു കളയുക എന്നുള്ളൊരു പ്രശ്നത്തിലേക്കാണ് ഇവർ വന്നുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. എന്ന് പറഞ്ഞാൽ UDFൻ്റെ നേരത്തെയുള്ള നയപ്രഖ്യാപനങ്ങളെല്ലാം തന്നെ മറന്ന് ഈ ഭൂപരിഷ്കരണ നിയമം അട്ടിമറിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഭൂപരിധി എടുത്തു കളയാൻ പോകുന്നു. മറ്റൊരുത്തിൽ പഴയ ഭൂവുടമസ്ഥത തിരിച്ചു വരാൻ പോകുന്നു. ജന്മിത്വത്തിൻ്റെ ആ രൂപത്തിലെങ്കിലും വലിയ ഭൂവുടമ വർഗങ്ങൾക്കുള്ളൊരു അനുമതി ഉറപ്പുവരുത്തുന്നു എന്നുള്ള നിലയിൽ വേണം മനസ്സിലാക്കാൻ. ഇത് വളരെ അപകടകരമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോകും. ഭാരതത്തിൽ വാണിജ്യം എന്ന് പറയുന്നത് ലുലു മാള് പോലുള്ള സംവിധാനങ്ങൾക്കും അതുപോലെ കിഴക്കൻ മലയോര ബെൽറ്റ് മുഴുവൻ തന്നെ ഭൂമിയുടെ കമ്പോളത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടാൻ പോകുന്നുള്ള മനസ്സിലാക്കാൻ.
നമുക്കറിയാം കേരളത്തിൽ ഏതാണ്ട് ഒരു 50,000-ഓളം കോളനികളുണ്ട്. പഴയ കണക്ക് വെച്ച് 26,000-ആണ്. ലയങ്ങളും ചേരികളും അതെല്ലാം ഉൾപ്പെടുമ്പോൾ ഒരു 50,000 കോളനികൾ ഉണ്ടാകാം. ഇവരുടെ ഭൂരാഹിത്യം വളരെ ഗുരുതരമായി നിൽക്കുന്നു നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. 5.5 ലക്ഷം ഏക്കർ ഭൂമി വിദേശത്തോട്ടങ്ങളാണ്. അവർക്ക് നിയമാനുസൃത രേഖയില്ലാതെ കൈവശം വെക്കുന്ന നിലയിൽ രാജമാണിക്യം റിപ്പോർട്ടിൻ്റെ വ്യക്തമായ സ്റ്റഡിയുണ്ട്. ഇത് ഈ ഭൂരഹിതർക്ക് ഭൂമി കൊടുക്കാൻ, ഈ ഭൂമി ഏറ്റെടുക്കുമെന്ന് പറഞ്ഞ് ഇതേ ഗവൺമെൻറ് തന്നെ രണ്ടാം ഭൂപരിഷ്കരണം നടപ്പാക്കുമ്പോൾ ഭൂരഹിതർക്ക് ഭൂമി കൊടുക്കുക എന്ന് പറയുന്ന ഒന്നായിരിക്കണമല്ലോ. കാരണം ഒന്നാം ഭൂപരിഷ്കരണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒന്ന് ഈ പറയുന്ന ഭൂബന്ധങ്ങൾ മാറ്റി കുടിയാന്മാവകാശം അവസാനിപ്പിക്കുക എന്നുള്ളത്. ദളിത് ആദിവാസി വിഭാഗങ്ങൾക്ക് കുടികിടപ്പേ നൽകിയിട്ടുള്ളൂ. 5 സെൻറ്റ്, 3 സെൻറ്റ്, 10 സെൻറ്റ്. ആ അനീതിക്ക് പരിഹാരം കാണുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചതെങ്കിൽ അതല്ല വരാൻ പോകുന്നത്. ഈ പറയുന്ന ഭൂപരിധി എടുത്തു കളഞ്ഞ് പുതിയൊരു ഭൂവുടമവർഗത്തെ, കോർപ്പറേറ്റുകൾ ഉൾപ്പെടെ വരുന്ന, റിയൽ എസ്റ്റേറ്റുകാർ ഉൾപ്പെടെ വരുന്ന വലിയൊരു സംവിധാനത്തിലേക്ക് കേരളത്തെ കൊണ്ടുപോകുന്നു വി.ഡി. സതീശൻ സർക്കാർ എന്നുള്ളതാണ് ഞങ്ങൾ സംശയിക്കുന്നത്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ സജീവമായി നമ്മൾ ഇടപെട്ട് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ഉടൻ തന്നെ അവരെ കണ്ട് ഇക്കാര്യം ബോധ്യപ്പെടുത്താൻ നമ്മൾ ശ്രമിച്ചിരുന്നു. അതിനിടയിൽ നിയമസഭാ സമ്മേളനം, മറ്റു തിരക്കുകൾ വന്നു. പിന്നെ ഞങ്ങൾക്ക് ഈ ജയിൽവാസം കൂടി വന്നുകൊണ്ട് 2 മാസം നഷ്ടപ്പെട്ടു. എന്തായാലും ഈ മുത്തങ്ങ ജയിൽവാസത്തിന് ശേഷം ഞങ്ങൾ ആദ്യം ചെയ്യുന്നത് കോട്ടയത്ത് അംബേദ്കറേറ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ടിൻ്റെ സ്റ്റേറ്റ് അടിയന്തര യോഗം വിളിക്കുന്നുണ്ട്. ആ യോഗം ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ഉന്നയിക്കുന്നൊരു പ്രശ്നം, കേരളത്തിൽ പഴയ ജന്മിത്ത ഭൂവുടമ സംവിധാനം തിരിച്ചു കൊണ്ടുവരാൻ അനുവദിക്കുകയില്ല. ഭൂപരിധി എടുത്തു കളയരുത്. ബഹുവിളകളാക്കുന്നത് സാധാരണമാണെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. പൊതുവിൽ കാരണം കേരളത്തിൽ ഈ ഭൂമി കാർഷികയോഗ്യമാക്കി മാറ്റിയാൽ, ഉൽപ്പാദനക്ഷമമാക്കിയാൽ കേരളത്തിന് ഇപ്പോൾ ഉള്ള ഈ കാർഷിക മന്ദീഭാവത്തിന് പരിഹരിക്കാനുള്ള വലിയ സാധ്യതയുണ്ട്. പിന്നെ വ്യവസായത്തിനും വാണിജ്യത്തിനും ഭൂമി പുതുതായിട്ട് ഏറ്റെടുക്കാൻ നിയമത്തിൻ്റെ ആവശ്യമില്ല. യഥാർത്ഥത്തിൽ ഭൂപരിഷ്കരണ നിയമത്തിൽ തന്നെ ഒട്ടേറെ പഴുതുകൾ നിലവിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി രണ്ടാം ഭൂപരിഷ്കരണം എന്ന് പറയുന്ന ഒരു ആവശ്യം യഥാർത്ഥത്തിലില്ല. വ്യവസായം കേരളത്തിൽ തകർന്നു കിടക്കുകയാണല്ലോ. അപ്പോൾ വ്യവസായത്തിനാണെങ്കിൽ നല്ലത് തന്നെ, അതിൻ്റെ ഒരു പുതിയ നിയമനിർമ്മാണത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. പ്രശ്നം ഇവിടുത്തെ ഈ പറയുന്ന ബ്യൂറോക്രസിയുടെയൊക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി പലപ്പോഴും കിഴക്കൻ മേഖലയിലെ കോറി മാഫിയകളുടെയൊക്കെ താല്പര്യം ആ മേഖലയിൽ നിൽക്കുന്ന തടസ്സങ്ങൾ ഒഴിവാക്കാനാണെന്നും ന്യായമായി സംശയിക്കേണ്ടത്. എന്തായാലും രണ്ടാം ഭൂപരിഷ്കരണം എന്ന് പറയുന്ന ഒരു ഭൂമിയെ ഭൂവുടമസ്ഥത സംവിധാനത്തിൽ പഴയ നിലയിലേക്ക് കൊണ്ടുവന്നാണെങ്കിൽ ഞങ്ങൾ എതിർക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. വലിയൊരു പ്രക്ഷോഭ ക്യാമ്പയിനിലേക്ക് പോകുന്നതിനെക്കുറിച്ചുള്ള ആലോചനയാണ് ഇപ്പം നടന്നത്. ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഭൂപരിധി എടുത്തു കളയാൻ അനുവദിക്കില്ല. രണ്ടാമത്തത് പഴയ കാലത്തുള്ള ജന്മിത്ത വ്യവസ്ഥയാകട്ടെ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ഭൂവുടമ വർഗത്തെ നിയമപരമായ സാങ്ക്ടിറ്റി നൽകുന്നതിനെ ഞങ്ങൾ ശക്തമായി എതിർക്കും. രാജമാണിക്യം കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള 5 ലക്ഷം ഏക്കർ ഭൂമി ഇപ്പം നിലവിലുണ്ട്. അതിലേറെ വരും. എന്തായാലും ഇത് പാലാ സിവിൽ കോടതിയിൽ കേസിലാണ്. അടിയന്തരമായ ഒരു നിയമനിർമ്മാണം നടത്തി UDF വാഗ്ദാനം ചെയ്തതുപോലെ അത് ഏറ്റെടുക്കുകയും ഭൂരഹിതരായിട്ടുള്ള ആദിവാസികൾ, ദളിതർ, മറ്റിതര ഭൂരഹിതർക്ക് ഭൂമി നൽകുന്ന ഒരു നിയമനിർമ്മാണം ഗവൺമെൻറ് ആലോചിക്കണം എന്നുള്ളതാണ് നമ്മൾ ആവശ്യപ്പെടാൻ പോകുന്ന ബദൽ. ഇപ്പോൾ ഒരു പുതിയൊരു സമിതിക്ക് രൂപം കൊടുത്ത് ആ സമിതിയുടെ മുമ്പാകെ ഞങ്ങൾ ഈ ആവശ്യം ഉന്നയിക്കും. ഇപ്പോൾ ഇലക്ഷൻ്റെ സമയത്ത് ഈ ഒരു ആദിവാസി വികസന മാനിഫെസ്റ്റോ എന്ന് പറഞ്ഞൊരു ഒരു വിപുലമായിട്ട് സമഗ്രമായിട്ടുള്ളൊരു അവകാശ പത്രിക നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഈ ഭൂരാഹിത്യ പ്രശ്നം മുതൽ വിദ്യാഭ്യാസ ഇഷ്യൂ വരെ ചർച്ച ചെയ്യുന്ന സാധനമാണ്. ഇപ്പോൾ വിദ്യാഭ്യാസ ഇഷ്യൂവിനെ പറ്റി പറയുമ്പോൾ ഇപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് പോലും തിരൂര് മലയാളം യൂണിവേഴ്സിറ്റിയിൽ അനഘ ശശി എന്ന് പറഞ്ഞുള്ള ഒരു ദളിത് വിദ്യാർത്ഥി സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരം വിഷയങ്ങൾ എങ്ങനെയാണ് ഈ പ്രത്യേകിച്ച് UDF സംവിധാനമായിട്ട്, UDF സർക്കാർ അധികാരത്തിലുണ്ട്, UDF സംവിധാനവുമായിട്ടും കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംവിധാനങ്ങളും കേരള എൻഗേജ്മെൻറ്റിൻ്റെ ഒരു ഏതുതരം പ്രതീക്ഷയാണ് നിങ്ങൾക്ക് നൽകുന്നത്? നമ്മളിപ്പോൾ ട്രൂപ്പ് ഇവിടെ പ്ലാറ്റ്ഫോമിൽ തുടർച്ചയായിട്ട് മുമ്പ് ചർച്ച ചെയ്തതാണല്ലോ. ഏറ്റവും നല്ല മെയ്വഴക്കത്തോടു കൂടി ഇടപെട്ടൊരു വിഭാഗമാണ് അംബേദ്കറേറ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട്. ഒരു സമരം മാത്രമല്ല, അഡ്വക്കസിയുടെ ഏറ്റവും കൃത്യമായ ലെവലിൽ ഇടപെടുകയും കേരളത്തിൽ ദളിതാദിവാസി പാവപ്പെട്ട മനുഷ്യനെ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളിൽ കൃത്യമായിട്ടുള്ള സൊല്യൂഷൻസ് നമ്മൾ 1 by 1 ഈ പറയുന്ന പ്രത്യേകിച്ചും ഇപ്പോൾ അധികാരത്തിൽ വന്ന UDF വിഭാഗങ്ങളോട് നമ്മൾ മുന്നിൽ വെച്ചിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഭൂമിയുടെ വിഷയമാണ്. ആൻ്റണി പാക്കേജ് നടപ്പാക്കുക, ഗോത്രവർഗ വിഭാഗങ്ങളുടെ സ്വയംഭരണ പെസ നിയമം നടപ്പാക്കുക, ഇതെല്ലാം അവർ കമ്മിറ്റ് ചെയ്താണ്. അതിൽ വനാവകാശം സമ്പൂർണ്ണമായി നടപ്പാക്കുക.
ഈ 5 ലക്ഷം ഏക്കർ ഭൂമി ഏറ്റെടുക്കുക, പിന്നെ കേന്ദ്രം വിട്ടു നൽകിയ വനഭൂമി ഏറ്റെടുക്കുക. ഇതിനുപരിയായി നമ്മുടെ ഈ SC/ST ഡെവലപ്മെൻറ്റ് ഫണ്ട് ആക്റ്റും രോഹിത് ആക്റ്റും അങ്ങനെ അതൊരു വലിയൊരു കോംപ്രിഹെൻസീവ് ബദൽ നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ പൊതുവിൽ കാണുന്നത് ഈ ഗവൺമെൻറ്റിൻ്റെ പ്രയോറിറ്റിയിൽ അത് കാണുന്നില്ല എന്ന് തോന്നുന്നു. ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യമായി ഞങ്ങൾ 2-ാം ദിവസം തന്നെ VD സതീശൻ മുഖ്യമന്ത്രി അദ്ദേഹത്തെ കണ്ടിട്ട് നൽകിയ കത്ത് ഈ SC/ST വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ഗ്രാൻറ്റുകൾ അത് പൂർണ്ണമായും അവർക്ക് പരിഹരിക്കാൻ സമയം വേണം. പക്ഷേ കുട്ടികളുടെ അക്കാഡമിക് അലവൻസ് വളരെ തുച്ഛമായ എമൗണ്ട് കൊടുക്കുന്ന പരിപാടി അവസാനിപ്പിച്ച് അത് കണ്ടെത്തി കൃത്യമായി വർദ്ധിപ്പിക്കുന്നതിന് കാലാനുസൃതം വർദ്ധിപ്പിക്കുന്നതിന് സ്പെഷ്യൽ ഓഫീസർ വെക്കണം എന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ഒന്നും തന്നെ നടന്നിട്ടില്ല. നിതിൻ രാജിൻ്റെ മരണമുണ്ടായപ്പോൾ അതിനെതിരെ ഇൻവെസ്റ്റിഗേഷൻ മുഴുവൻ അപഹാസ്യമാക്കി മാറ്റിയില്ലേ. ഇപ്പം തിരൂർ കാലടി ശങ്കര യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന അനഘയുടെ സമരം, മലയാള യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന സമരം എല്ലാം വിരൽ ചൂണ്ടുന്നത് ഇത്തരം വിഷയങ്ങളോട് തത്വാധിഷ്ഠിതമായൊരു നിലപാട് സ്വീകരിക്കുന്നതിൽ ഏറെ പിന്നിലാണ് UDF ഗവൺമെൻറ്. ഇത് പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ട് ഒരേ വശത്ത് ഞങ്ങൾ അഡ്വക്കസി വർക്ക് നടത്തുമ്പോൾ തന്നെ പുറത്ത് ശക്തമായ ഒരു പ്രക്ഷോഭ മുന്നണിക്ക് രൂപം കൊടുക്കേണ്ടി വരും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. ഈ പറയുന്ന ആവശ്യങ്ങളാണ് ലാൻഡ്, ട്രൈബൽ ഓട്ടോണമി, അതേപോലെ വിദ്യാഭ്യാസ അവകാശങ്ങൾ, SC/ST ഫണ്ട് ആക്ട്, കുട്ടികളുടെ ക്യാമ്പസുകളിൽ അവർക്കെതിരെ ജാതി വിഭജനം അവസാനിപ്പിക്കാനുള്ള നിയമനിർമ്മാണം, ഈ ആവശ്യങ്ങളാണ് പ്രധാനമായിട്ട് ഉന്നയിക്കുന്നത്. ഇതിനൊക്കെ കേരളീയ പൊതുസമൂഹത്തിൻ്റെ ഒരു ശക്തമായിട്ടുള്ളൊരു ഐക്യദാർഢ്യം കൂടി ആവശ്യമുള്ള സംഗതികളാണ് ഇതെല്ലാം. കേസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പലരുമായിട്ട് സംസാരിക്കുമ്പോൾ അതിന് സാമ്പത്തിക സമാഹരണം ഒരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നല്ലോ. 350 പ്രതികളാക്കപ്പെട്ട മനുഷ്യരെയും കൊണ്ട് എറണാകുളത്തേക്ക് കേസിന് പോവുക, അങ്ങനെയൊക്കെയുള്ള അത് ആരുടെ പെട്ടെന്ന് അതിൽ പങ്കാളികളായിട്ടുള്ള മനുഷ്യരെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമായിട്ടാണ് ഒതുക്കപ്പെട്ടത്. പക്ഷേ മാഷ്ടെ പെൻഷൻ്റെ പൈസ പോലും എടുത്തിട്ടാണ് പലപ്പോഴും അതിൻ്റെ സാമ്പത്തികം കണ്ടെത്തിയെന്ന് അതിലെ പ്രതികളാക്കപ്പെട്ട മനുഷ്യന്മാരോട് സംസാരിക്കുമ്പോൾ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ഈ സാമ്പത്തികമായുള്ള വിഭവ സമാഹരണമായാലും മറ്റു തരത്തിലുള്ള ഒരു ഐക്യദാർഢ്യത്തിൻ്റെ ഒരു തലമുണ്ടല്ലോ, അതിനെക്കുറിച്ചിട്ട് മാഷ്ക്ക് എന്താ പറയുക? അത് നമ്മൾ അർഹിക്കുന്ന രീതിയിൽ അത് സമരത്തിന് എപ്പോഴും പബ്ലിക്കിൻ്റെ, സിവിൽ സൊസൈറ്റിയിൽ നിന്ന് വലിയ പിന്തുണ കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ദളിത് സമൂഹത്തിൻ്റെയും മറ്റ് മനുഷ്യാവകാശ പ്രവൃത്തി ഏത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും അതിനെപ്പോഴും ഒരു പിന്തുണയുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കുടിൽകെട്ട് സമരമൊക്കെ അങ്ങനെയാണ് വിജയിപ്പിക്കുന്നത്. മുത്തങ്ങ സംഭവത്തിന് ശേഷം അതിന് കിട്ടിയിരിക്കുന്ന ധാർമ്മിക പിന്തുണ ചെറുതല്ല, വലിയതാണ്. പക്ഷേ ഈ 25 വർഷമൊക്കെ ഒരു ട്രയൽ പ്രോസസ്സ് നീണ്ടുപോയപ്പോൾ സ്വാഭാവികമായും അതിനു വേണ്ടിയുള്ളൊരു സംഘടിത നീക്കം നടക്കുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മുത്തങ്ങ സമരം ട്രയലിലേക്ക് പോകാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ ഒരിക്കലും അതിനുവേണ്ടി ഫണ്ട് സമാഹരണം ഒന്നും തന്നെ നടത്തിയിരുന്നില്ല. അത്ര എളുപ്പമല്ല. അപ്പം അതൊക്കെ 25 കൊല്ലം എന്ന് പറഞ്ഞൊരു തലമുറ അങ്ങ് പോവുകയാണല്ലോ, അവരത് മറന്നു പോകും. പുതിയ തലമുറക്ക് മുത്തങ്ങ സംഭവം എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാ. അവർ നരിവേട്ട സിനിമയിലൂടെയൊക്കെ അതിനെ മനസ്സിലാക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഞങ്ങൾക്ക് വ്യക്തമായി, ഞങ്ങൾ 4 പേർ മാത്രമേ ജയിലിലടക്കപ്പെട്ടിട്ടുള്ളൂ. വലിയ ധാർമ്മിക പിന്തുണ സമരത്തിന് കിട്ടിയിട്ടുണ്ട്. വലിയൊരു വിഭാഗം പുറത്ത് അതിന് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് വേണ്ടുന്ന കേസിന് വേണ്ടിയുള്ള ആദ്യഘട്ടത്തിലുള്ള ധനസമാഹരണം എല്ലാം തന്നെ അംബേദ്കറേറ്റ് ഡെമോക്രാറ്റിക് ഫണ്ട് അതിന് മുൻകൈ എടുത്തിട്ടുണ്ട്. നിരവധി മനുഷ്യാവകാശ പ്രവർത്തകരും സുഹൃത്തുക്കളും കയ്യറിഞ്ഞതിനെ സഹായിച്ചിട്ടുണ്ട്. ആ ആത്മവിശ്വാസം നമുക്കുണ്ട്. അതുകൊണ്ട് ട്രയൽ കണ്ടിന്യൂ ചെയ്യട്ടെ, അവരത് ചെയ്യും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് കേരളീയ സമൂഹത്തിലുള്ള ഈ മനുഷ്യാവകാശ ബോധമുള്ള വലിയ വിഭാഗം ആളത്തിൻ്റെ പിന്തുണ ഉണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത്. ഞങ്ങളതിന് ഇന്നലെ ഒരു ചെറിയൊരു കുടുംബ കൂട്ടായ്മ പോലെ ഞങ്ങൾ കൂടിയിരുന്നു. അതിന് ഏതാണ്ട് ഒരു രൂപരേഖ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കോട്ടയത്ത് നടക്കുന്ന അംബേദ്കറേറ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ടിൻ്റെ മീറ്റിങ്ങിൽ അത് അവതരിപ്പിക്കും. അതിനുശേഷം സിവിൽ സൊസൈറ്റിയുടെ മുമ്പാകെ ഇത്തരം പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്, കേസിനുള്ള ധനസമാഹരണം ഉൾപ്പെടെ.